സുഹൃത്തുക്കളെ, സഖാക്കളെ, കേരള NGO യൂണിയൻ സംഘടിപ്പിച്ച സംസ്ഥാന ബജറ്റിനെ ആസ്പദമാക്കിയുള്ള ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതായി ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. കേൾക്കാമല്ലോ അല്ലേ? സാനിറ്റൈസർ വെച്ചു. ഈ പരിപാടിക്ക് വേണ്ടി ഇവിടെ എത്തി, യൂണിയൻ്റെ ഓഫീസിലെത്തി, ഫോൺ നോക്കിയപ്പോൾ എനിക്ക് വന്നൊരു മെസ്സേജ് ഡൽഹിയിൽ നിന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രത്തിൻ്റെ പൊളിറ്റിക്കൽ അഫയേഴ്സ് എഡിറ്ററുടേതാണ്. അവരെൻ്റെ സഹായം തേടിയത് കേന്ദ്ര ബജറ്റ് ദിവസം കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയെ ഒരു ചർച്ചയ്ക്ക് കിട്ടണം, അത് നിർബന്ധമാണ്, ഇതുവരെ അദ്ദേഹത്തെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, അതിനൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയെ കേൾക്കുന്നുണ്ടോ? കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയെ കിട്ടണമെന്ന നിർബന്ധം ഒരു ദേശീയ മാധ്യമത്തിനുണ്ടാവുന്നത്? അതിന് കാരണം നിങ്ങളിവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വിഷയമാണ്. കേന്ദ്ര നയത്തിനെതിരായ ബദലാണ് കേരളം നടപ്പാക്കുന്നത് എന്നതുകൊണ്ടാണ്. ആ ബദൽ പാതയിലൂടെ സഞ്ചരിക്കുന്ന കേരളത്തിൻ്റെ ശബ്ദം പ്രധാനമാണ് കേന്ദ്ര ബജറ്റിനെ വിലയിരുത്തുമ്പോൾ എന്ന് ഇടതുപക്ഷത്തെ അനുകൂലിക്കാത്ത ദേശീയ മാധ്യമങ്ങൾക്ക് പോലും തോന്നുകയാണ്. കേരളത്തിൻ്റെ ശബ്ദം, കേരളത്തിൻ്റെ അഭിപ്രായം ഇല്ലാതെ കേന്ദ്ര ബജറ്റിനെ സംബന്ധിച്ച ഒരു ചർച്ച പൂർണ്ണമാകില്ല എന്ന് അവർക്കും അറിയാം. 1-ാം തീയതിയാണ് കേന്ദ്ര ബജറ്റ്, ഫെബ്രുവരി 1-ാം തീയതിയാണ്. അപ്പോൾ ആ ദിവസം കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയെ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തങ്ങൾക്ക് കിട്ടണം എന്നവരാഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അഭിപ്രായം എന്ന നിലയ്ക്കല്ല, ബദൽ പാത പിന്തുടരുന്ന, ബദൽ നയങ്ങൾ നടപ്പാക്കുന്ന കേരളത്തിൻ്റെ വീക്ഷണം പ്രധാനമാണ് എന്നവർ കരുതുന്നു. കേരളത്തിൻ്റെ വീക്ഷണം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ വീക്ഷണമാണ്. ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് കേരളത്തിലേത്. ആ ഏക ഇടതുപക്ഷ ഗവൺമെൻറ് കേന്ദ്രവും ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാന സർക്കാരുകളും നടപ്പാക്കുന്ന നയങ്ങൾക്ക് ബദലായ നയം നടപ്പാക്കുന്ന ഗവൺമെൻറ്റാണ്. ആ ബദൽ നയങ്ങൾക്ക് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും സ്വീകാര്യതയും ശ്രദ്ധയും ലഭിക്കുന്നു എന്നും നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നിശ്ചയിച്ച വിഷയം കേരള ബജറ്റ്, കേന്ദ്ര നയങ്ങൾക്കെതിരെ കേരളത്തിൻ്റെ ബദൽ എന്നത് എത്രമാത്രം പ്രസക്തമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത്. കേരളത്തിൻ്റെ ബദലിന് എത്ര ഗൗരവത്തോടെയാണ് ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമില്ലാത്ത ദേശീയ മാധ്യമങ്ങൾക്ക് പോലും കാണേണ്ടി വരുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. നോക്കൂ, കേരള ബജറ്റ് അവതരിപ്പിച്ച ഒരാഗോള ദേശീയ പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ കേരള ബജറ്റിനെ കാണാൻ. എന്താണ് ആഗോള ദേശീയ പശ്ചാത്തലം? കോവിഡ് മഹാമാരി ലോകത്തെ സമ്പദ്ഘടനയെ മുഴുവൻ മാന്ദ്യത്തിലേക്ക് നയിച്ചിരിക്കുന്നു. ആ മഹാമാരിയെ നേരിടാൻ വേണ്ടി ലോകമാകെയുള്ള ഗവൺമെന്റുകൾ പാക്കേജുകൾ നടപ്പാക്കുന്നുണ്ട്. ആ പാക്കേജുകൾക്കെതിരെ പലതിനുമെതിരായിട്ട് വിമർശനമുണ്ട്.
അത് പ്രധാനമായും വൻകിട മൂലധനത്തെയും കോർപ്പറേറ്റുകളെയും മാത്രം സഹായിക്കുന്നതാണ് എന്ന വിമർശനം പല രാജ്യങ്ങളുടെയും പാക്കേജുകൾക്ക് നേരെയുണ്ട്. ആഗോള സമ്പദ്ഘടന ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചൈന മാത്രമാണ് നാമമാത്രമെങ്കിലും വളർച്ച കൈവരിച്ച ഏക രാജ്യം. ബാക്കി രാജ്യങ്ങളിലെല്ലാം വളർച്ച ഇടിവാണുണ്ടായത്. 2008 ആരംഭിച്ച ആഗോള സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ആഗോള സമ്പദ്ഘടന കരകയറുന്നതിന് മുമ്പ് കഴിഞ്ഞ ഒരു ദശകത്തിലേറെയായിട്ടും അതിൽ നിന്ന് പൂർണ്ണമായും കരകയറി എന്ന് പറയാനാവില്ല. അല്പം കരകയറും, വീണ്ടും താഴേക്ക് പോകും, വീണ്ടും ഒന്ന് മെച്ചപ്പെടും, വീണ്ടും താഴേക്ക് പോകും. പ്രഭാത് പട്നായിക്കിന്റെ ഒരു ഉദാഹരണം എടുത്തു പറഞ്ഞാൽ, ഒരു റബ്ബർ പന്ത് താഴേക്കെറിഞ്ഞാൽ എങ്ങനെയാണോ അതുപോലെയാണ് കഴിഞ്ഞ ഒരു വ്യാഴവട്ടത്തിലേറെയായി ആഗോള സമ്പദ്ഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പന്ത് താഴത്തേക്ക് ഇറങ്ങാൻ പൊങ്ങും താഴും, പൊങ്ങും താഴും, അങ്ങനെയാണ്. അതുപോലെയാണ് കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഗ്ലോബൽ എക്കോണമി പ്രവർത്തിക്കുന്നത്. അതിനിടയിൽ കോവിഡ് കൂടി വന്നതോടുകൂടി ആഗോള സമ്പദ് ഘടനയുടെ വളർച്ച ഗണ്യമായിട്ടിടിഞ്ഞു. അതിൽ ഏറ്റവും രൂക്ഷമായ ഇടിവുണ്ടായ രാജ്യം ഇന്ത്യയാണ് എന്നോർക്കണം. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 20 സമ്പദ്ഘടനകളിൽ ഏറ്റവും വലിയ തകർച്ചയുണ്ടായത് ഇന്ത്യയിലാണ്. ഇപ്പോൾ നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദം എന്ന് പറഞ്ഞാൽ, ഒരു സാമ്പത്തിക വർഷത്തിന് 4 പാദങ്ങളാണുള്ളത്. 3 മാസം വീതമുള്ള 4 പാദം. അതിലൊന്ന് ഏപ്രിൽ മുതൽ ജൂൺ വരെ, പിന്നെ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ, പിന്നെ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ, ജനുവരി മുതൽ മാർച്ച് വരെ, ഇങ്ങനെ 4ആണ്. അതിലാദ്യത്തെ പാദത്തിൽ, ഏപ്രിൽ ജൂൺ പാദത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇടിഞ്ഞത് 24%. 23.9 എന്ന് പറഞ്ഞാൽ 24%. കഴിഞ്ഞ തവണത്തെ ഇതിനേക്കാൾ 4-1 കുറഞ്ഞു സാമ്പത്തിക ഉൽപാദനം. 4-1. അല്ല, വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, കഴിഞ്ഞ സാമ്പത്തിക വർഷം 100 രൂപ ഉൽപ്പാദിപ്പിച്ചെങ്കിൽ, 100 രൂപയുടെ സാമ്പത്തിക ഉൽപാദനം നടന്നെങ്കിൽ ഇപ്പോൾ അത് 76 രൂപയുടേതായിട്ട് കുറഞ്ഞു. അത്രയും വലിയ ഇടിവ് ലോകത്തൊരു സമ്പദ്ഘടനയിൽ ഉണ്ടായില്ല. ബാക്കിയെല്ലാം ഇതിനേക്കാൾ വളരെ കുറവാണ്. 7%, 8%, പരമാവധി 10%. പിന്നെ അതിൽ നിന്ന് വേറിട്ടൊറ്റ രാജ്യമുണ്ട്, UK 20% ഉണ്ടായി. ബാക്കിയെല്ലാം ഇന്ത്യയുടെ പകുതി പോലും ഇടിവുണ്ടായിട്ടില്ല. ഏറ്റവും ഭയാനകമായ ഇടിവുണ്ടായ രാജ്യം ഇന്ത്യയാണ്. ആ ദേശീയ പശ്ചാത്തലമുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ സമ്പദ്ഘടന ഉപ്പുകുത്തി. രണ്ടാമത്തെ പാദമായപ്പോൾ വളർച്ചാ ഇടിവ് 7%. പക്ഷെ അതിനെതിരായിട്ട് വലിയ വിമർശനം ഇന്ന് രാജ്യത്ത് ഉയർന്നു വരികയാണ്. അത് ശരിയായ കണക്കല്ല, വെള്ളം ചേർത്ത, മായം ചേർത്ത കണക്കാണ് എന്ന് സർക്കാരിനെ അനുകൂലിക്കുന്ന സാമ്പത്തിക വിദഗ്ധർ പോലും ചൂണ്ടിക്കാണിച്ചു. സർക്കാരിൽ ഉയർന്ന സ്ഥാനങ്ങൾ വഹിച്ച ബ്യൂറോക്രാറ്റുകളായിരുന്ന ആളുകൾ ലേഖനങ്ങൾ എഴുതി. ഇത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന കണക്കല്ല, 7% അല്ല ഇടിവ്, അതിൽ വളരെ കൂടുതലാണ്. കാരണം ഇത് പരസ്പരം പൊരുത്തപ്പെടാത്തതാണ് ഈ കണക്കുകൾ ഉള്ളിലേക്ക് പോയാൽ. അപ്പൊ സർക്കാർ വളരെ കഷ്ടപ്പെട്ട് വെള്ളം ചേർത്തിട്ട് പോലും 7% ഇടിവ് കാണിക്കുന്നു. അപ്പോൾ തുടർച്ചയായ 2 പാദങ്ങളിൽ സാമ്പത്തിക വളർച്ച ഇടിഞ്ഞു. ഇന്ത്യൻ സമ്പദ്ഘടന ഔദ്യോഗികമായി തന്നെ മാന്ദ്യത്തിലാണ് എന്ന് റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചു. തുടർച്ചയായ 2 പാദങ്ങളിൽ വളർച്ച ഇടിഞ്ഞാൽ മാന്ദ്യത്തിലാണ്, റിസഷൻ എന്ന് പറയുന്നത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടു. നടപ്പ് സാമ്പത്തിക വർഷം ഇനി 2 പാദം കൂടിയുണ്ട്. അതുകൂടി കഴിയുമ്പോൾ 54 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വളർച്ച ഇടിവ്, ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയായിരിക്കും, അല്ലെങ്കിൽ GDP ഉൽപാദന തകർച്ചയായിരിക്കും ഇന്ത്യയിൽ ഉണ്ടാവാൻ പോകുന്നത് എന്ന പ്രവചനവും വന്നു കഴിഞ്ഞു. 54 വർഷത്തിനിടയിലെ ഇതാണ് ദേശീയമായ പശ്ചാത്തലം. ഇതിന്റെ ഫലമായി കേന്ദ്ര നികുതി വരുമാനം ഇടിഞ്ഞു. കേന്ദ്ര നികുതി വരുമാനം ഇടിഞ്ഞപ്പോൾ ധനകാര്യ കമ്മീഷനുകൾ വഴി സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന വിഹിതം ഗണ്യമായി ഇടിഞ്ഞു. കേരളത്തിന് വലിയ നഷ്ടമുണ്ടായി. അതോടൊപ്പം ഈ മാന്ദ്യത്തിന്റെ ഫലമായി GST വരുമാനം ഇടിഞ്ഞു. GST നഷ്ടപരിഹാരം സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടില്ല, കേരളത്തിന് ഇപ്പോഴും പൂർണ്ണമായി കിട്ടിയിട്ടില്ല. ഇങ്ങനെ
കടുത്ത സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനങ്ങളാകെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. GST നഷ്ടപരിഹാരം കൊടുക്കണമെന്നത് നിയമത്തിൽ ഉള്ള വ്യവസ്ഥയാണ്. GST നിയമം പാർലമെന്റ് പാസ്സാക്കിയപ്പോൾ അതിലെ വ്യവസ്ഥയാണ് 14% സാമ്പത്തിക വളർച്ച കൈവരിക്കാത്ത 14% നികുതി വളർച്ച കൈവരിക്കാത്ത സംസ്ഥാനങ്ങൾക്കെല്ലാം 5 വർഷത്തേക്ക് നഷ്ടപരിഹാരം കേന്ദ്രം കൊടുക്കണം. നിയമപരമായും ഭരണഘടനാപരമായുമുള്ള ബാധ്യതയാണ് കേന്ദ്ര സർക്കാരിന്റെ. അത് നിറവേറ്റുന്നില്ല. അതിന് സർക്കാർ പറയുന്ന ന്യായം എന്താ? GST വരുമാനം കുറഞ്ഞു, അതുകൊണ്ട് നഷ്ടപരിഹാരം ഞങ്ങൾക്ക് തരാൻ നിർത്തില്ല. നിങ്ങൾ കടമെടുത്തു എന്നാണ് പറഞ്ഞത്. നിങ്ങൾ കടമെടുത്തു. കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട തുക സംസ്ഥാനങ്ങൾ കടമെടുക്കാനാണ് കേന്ദ്രം ആവശ്യപ്പെട്ടത്. കേരളത്തിന്റെ സർക്കാരാണ് ആവശ്യപ്പെട്ടത്. കേന്ദ്രം തരേണ്ട തുക കേന്ദ്രം തന്നെ കടമെടുത്ത് നൽകണം. GST കുടിശ്ശിക നൽകാൻ തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന നിലപാട് കേന്ദ്രം എടുത്തപ്പോൾ അതിനെതിരായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത് കേരളമാണെന്ന് ഓർമ്മിക്കണം. BJP ഇതര സംസ്ഥാന സർക്കാരുകളെല്ലാം കേരളത്തിന്റെ ഒപ്പം നിന്നു. BJP ഇതര സംസ്ഥാന സർക്കാരുകളെല്ലാം കോൺഗ്രസിന്റെയും മറ്റു പാർട്ടികളുടെയും ഒക്കെ ഗവൺമെന്റുകൾ കേരളത്തിന്റെ കൂടെ നിന്നു. കേരളമാണ് GST കൗൺസിലിൽ കേന്ദ്രം നഷ്ടപരിഹാരം നൽകണം, കേന്ദ്രത്തിന്റെ കയ്യിലില്ലെങ്കിൽ കേന്ദ്രം കടമെടുക്കണം. കാരണം ഓരോ സംസ്ഥാനവും കടമെടുക്കാൻ പോകുമ്പോൾ പലിശ കൂടും, സംസ്ഥാനങ്ങളുടെ മേൽ ബാധ്യത കൂടി വരും. കേന്ദ്രം നേരിട്ടെടുക്കുമ്പോൾ ആ പ്രശ്നം വരുന്നില്ല. കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്വവുമാണ്. എന്നാൽ അതിന് സന്നദ്ധമല്ല എന്ന നിലപാട് കേന്ദ്രം എടുത്തപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചു. സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള തീരുമാനം കേരളം എടുത്തു. അടിയന്തര യോഗം വിളിച്ചു. അന്ന് രാത്രി കേന്ദ്രം നിലപാട് മാറ്റി കൊടുക്കാൻ തീരുമാനിച്ചു. അതാണ് കേരളത്തിന്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ. ബദൽ നയം എന്ന് പറഞ്ഞാൽ അതാണ്. എല്ലാ അർത്ഥത്തിലുമുള്ള ബദലാണ്. കൂടത് പറയട്ടെ, അതുകൊണ്ടുകൂടിയാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കേന്ദ്രത്തിന്റെ കണ്ണിലെ കരടാവുന്നത്. അത് പൗരത്വ നിയമത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, കർഷക നിയമത്തിനെതിരായിട്ടാണെങ്കിലും ശരി, GST നികുതി കുടിശ്ശിക കൊടുക്കാത്തതിനെതിരായിട്ടാണെങ്കിലും ശരി, കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പിന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാന സർക്കാരുകളെ കൂടി ഒരുമിപ്പിക്കുന്നതും അതിന്റെ നേതൃത്വമായി പ്രവർത്തിക്കുന്നതും കേരളത്തിലെ LDF സർക്കാരാണ്. അങ്ങനെയാണ് GST കുടിശ്ശിക കൊടുക്കാൻ തീരുമാനിച്ചത്. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. ഇപ്പോഴും മുഴുവൻ കൊടുത്തിട്ടില്ല, ബാക്കിയാണ്. അപ്പോ ഈ ദേശീയ പശ്ചാത്തലമുണ്ട്. യഥാർത്ഥത്തിൽ ഈ ദേശീയ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ കോവിഡിന്റെ മാത്രം ഫലമായിട്ടുണ്ടായതല്ല. കോവിഡിന് മുമ്പ് തന്നെ ഇന്ത്യൻ സമ്പദ്ഘടന മാന്ദ്യത്തിലായിരുന്നു. അത് ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചത് ഇടതുപക്ഷമാണ്. കോവിഡിന്റെ മുമ്പുള്ള സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ 2019-20 കോവിഡിന്റെ ഫലമായിട്ടുള്ള ലോക്ക്ഡൗൺ മാർച്ച് 24-നാണ് പ്രഖ്യാപിക്കുന്നത്. ആ മാർച്ച് 31-ന് അവസാനിച്ച സാമ്പത്തിക വർഷം, അതിൽ ലോക്ക്ഡൗൺ ഒരാഴ്ച ഉണ്ടായിട്ടുള്ളൂ. അതിലെ സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞാൽ 11 വർഷത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ വളർച്ചയാണ്. അതിന് മുമ്പത്തെ സാമ്പത്തിക വർഷത്തിൽ വളർച്ച ഇടിവ് ഉണ്ടായിരുന്നു. ഇപ്പൊ ക്രമാനുഗതമായ ഇടിവാണ്. 8% നിന്ന് 2 വർഷം കൊണ്ട് 2020 ആയപ്പോഴേക്കും നേർപകുതിയായി 4% പരമായി സാമ്പത്തിക വളർച്ച ഇടിഞ്ഞിരുന്നു. അതിന്റെ മുകളിലാണ് കോവിഡ് വരുന്നത്. ഒരർത്ഥത്തിൽ കോവിഡ് കേന്ദ്ര സർക്കാരിന് രക്ഷപ്പെടാനുള്ള ഒരു ന്യായമായി മാറുകയാണ് ചെയ്തത്. കോവിഡിന് മുമ്പേ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർത്തു കഴിഞ്ഞിരുന്നു. കോവിഡ് വന്നപ്പോൾ പറയാനൊരു ന്യായമായി സ്വന്തം പരാജയത്തെ, കൊള്ളരുതായ്മകളെ എല്ലാം മറച്ചുവെക്കാൻ കോവിഡിന് ഉപയോഗിച്ചു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. കോവിഡിന്റെ ഫലമായി ഏറ്റവും വലിയ വളർച്ച ഇടിവുണ്ടായ രാജ്യം ഇന്ത്യയാണ്, മറ്റേത് രാജ്യത്തേക്കാൾ. 20 പ്രധാന സമ്പദ് വ്യവസ്ഥകളെടുത്താൽ ഏറ്റവും വലിയ ഇടിവ് ഇന്ത്യയിലുണ്ടായി. എന്തുകൊണ്ടാണ്? നേരത്തെ തന്നെ തകർച്ച തുടങ്ങിയിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഈ ദേശീയ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ ബജറ്റ്. അതിന് പുറമെ കേരളത്തിൻ്റെതായ സവിശേഷമായൊരു പശ്ചാത്തലമുണ്ട്. ഒന്ന് 2018-ലെ മഹാപ്രളയം, നൂറ്റാണ്ടിലെ വലിയ പ്രളയം. ഏതാണ്ട് അതിനൊപ്പം നിൽക്കുന്ന തൊട്ട് പിന്നാലെ ആവർത്തിച്ച പ്രളയം, 2019-ൽ ആവർത്തിച്ച പ്രളയം. പിന്നെ കോവിഡ് മഹാമാരിയെ തുടർന്ന് സംസ്ഥാനത്തിന്റെ തനത് വരുമാനത്തിനുണ്ടായിട്ടുള്ള നഷ്ടം, ഓഖി ചുഴലിക്കാറ്റ്, ഇങ്ങനെയുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം സൃഷ്ടിച്ച പ്രതിസന്ധി വേറെ. ഈ ആഗോള ദേശീയ
സംസ്ഥാനത്തിൻ്റെതായ സവിശേഷ പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിലാണ് ഈ വർഷത്തെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്നത് എന്ന് നാം ഓർക്കണം. ഇതിൽ കേരളത്തിലെ സർക്കാരിൻ്റെ മുമ്പിലുള്ള വെല്ലുവിളി പ്രളയത്തിൻ്റെയും അതുപോലെ കോവിഡിൻ്റെയും ഫലമായി തകർന്ന കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ, കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ മേഖലയെ പുനർനിർമ്മിക്കുക എന്നതാണ്. കേരളത്തെയാകെ പുനർനിർമ്മിക്കുക, ഒരു നവകേരളം കെട്ടിപ്പടുക്കുക എന്നതാണ് കേരളത്തിലെ സർക്കാരിൻ്റെ മുമ്പിലുള്ള വെല്ലുവിളി. അതോടൊപ്പം കേരളത്തെ ലോകശ്രദ്ധയിലേക്ക് എത്തിച്ച സാമൂഹിക പുരോഗതി, സാമൂഹിക നേട്ടങ്ങൾ, അതിനെ കേവലമായി നിലനിർത്തുക മാത്രമല്ല, കൂടുതൽ നവീകരിച്ച് മെച്ചപ്പെടുത്തുക. ഇതെല്ലാം കഴിയണമെങ്കിൽ എന്ത് വേണം? ഇതെല്ലാം കഴിയണമെങ്കിൽ വർദ്ധിച്ച നിക്ഷേപം ഗവൺമെന്റ് നടത്തണം. പൊതുനിക്ഷേപം മാത്രം പോരാ, സ്വകാര്യ നിക്ഷേപവും വേണം. അതിലൂടെ മാത്രമേ കേരളത്തിൻ്റെ തകർന്ന സമ്പദ്ഘടനയെ, എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ഷോഭത്തിൻ്റെയൊക്കെ ഫലമായി തകർന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, അതെല്ലാം പുനർനിർമ്മിക്കാൻ കഴിയൂ. സാമൂഹിക നേട്ടങ്ങളെ നവീകരിക്കാൻ കഴിയൂ. അതിന് കൂടുതൽ വിഭവങ്ങൾ കണ്ടെത്തണം. ഏത് കാലത്താണ് വിഭവം കണ്ടെത്തേണ്ടത്? ലോകത്താകെയും ഇന്ത്യയിലും സാമ്പത്തിക വളർച്ച ഇടിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള വിഭവങ്ങൾ കണ്ടെത്തുക എന്നത് കടുത്ത വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയെ ധീരമായിട്ട് അഭിമുഖീകരിക്കുന്നു. നവകേരളം കെട്ടിപ്പടുക്കുക, അത് കെട്ടിപ്പടുക്കാൻ ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ കണ്ടെത്തുക എന്ന വെല്ലുവിളിയെ ധീരമായിട്ട് അഭിമുഖീകരിക്കുന്നു എന്നതാണ് കേരളത്തിലെ സർക്കാരിൻ്റെയും ബജറ്റിൻ്റെയും ഏറ്റവും വലിയ സവിശേഷത. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാന സർക്കാരുകളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. കേന്ദ്ര ഗവൺമെന്റും അതെ. എന്താ കേന്ദ്ര സർക്കാരും മറ്റ് സംസ്ഥാന ഗവൺമെന്റുകളും ചെയ്യുന്നത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ എല്ലാ ചെലവും വെട്ടിച്ചുരുക്കിക്കൊണ്ടിരിക്കുക. സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞ് ചെലവ് വെട്ടിച്ചുരുക്കിക്കൊണ്ടിരിക്കുക. മറുഭാഗത്ത് ജനങ്ങളെ കൂടുതൽ കൂടുതൽ പിഴിയുക. ഇതാണ് കേന്ദ്രത്തിൻ്റെയും പൊതുവിൽ മറ്റ് സംസ്ഥാന സർക്കാരുകളുടെയും രീതി. സർക്കാർ എല്ലാത്തിനും പിന്മാറി. ഇപ്പോ നോക്കൂ, എല്ലാ മേഖലയും സ്വകാര്യവൽക്കരിക്കാനാണ് കേന്ദ്ര സർക്കാർ കോവിഡ് പാക്കേജിന് ഉപയോഗിച്ചത്. ആത്മനിർഭർ പാക്കേജ് ഓർക്കുന്നില്ലേ? എന്താണ്? എല്ലാം സ്വകാര്യവൽക്കരിച്ചു. അത് ഭൂമിക്കടിയിൽ കിടക്കുന്ന കൽക്കരി നിക്ഷേപം മുതൽ ബഹിരാകാശ മേഖല വരെ കോവിഡിന്റെ മറവിൽ സ്വകാര്യവൽക്കരിച്ചു. സർക്കാർ പറയുന്ന കാര്യം എന്താ? സർക്കാർ ഇതൊന്നും നടത്തേണ്ട കാര്യമില്ല, ഇതിന് പണം മുടക്കേണ്ട കാര്യമില്ല. പൊതുമേഖലയെ മുഴുവൻ സ്വകാര്യവൽക്കരിച്ചു. ഒരു സെക്ടർ എടുത്താൽ അവിടെ ഒറ്റ പൊതുമേഖലാ സ്ഥാപനം മതി എന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് എടുത്തത്. സർക്കാർ വ്യവസായം നടത്തേണ്ട കാര്യമില്ല, സർക്കാർ വിദ്യാഭ്യാസത്തിന് പണം നിക്ഷേപിക്കേണ്ട കാര്യമില്ല, സർക്കാർ ആസ്പത്രി നടത്തേണ്ട കാര്യമില്ല, സർക്കാർ ഊർജ്ജോൽപാദനം നടത്തേണ്ട കാര്യമില്ല. ഇതെല്ലാം ആരെ ഏൽപ്പിക്കണം? സ്വകാര്യ മേഖലയെ ഏൽപ്പിക്കണം. ഇതിനൊന്നും സർക്കാർ പണം മുടക്കരുത്. സർക്കാരിൻ്റെ ചെലവുകൾ ചുരുക്കണം, ധനക്കമ്മി കുറയ്ക്കണം എന്ന് കേട്ടിട്ടില്ലേ? കമ്മി കുറയ്ക്കെങ്ങനെ ചെലവ് ചുരുക്കിയിട്ട്? അതാണ് കേന്ദ്രത്തിൻ്റെ നയം. കമ്മി കുറയ്ക്കണം, കമ്മി കുറയ്ക്കാൻ ചെലവ് ചുരുക്കണം, ചെലവ് ചുരുക്കാൻ സർക്കാർ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഒഴിയണം. രണ്ടാമതോ, കമ്മി കുറയ്ക്കാൻ പിന്നെ പറയുന്ന മാർഗം എന്താ? ജനങ്ങളിൽ നിന്ന് കൂടുതൽ നികുതി പിരിക്കുക. ആരിൽ നിന്നാണ് നികുതി പിരിക്കുന്നത്? ജനങ്ങളിൽ നിന്ന്. സമ്പന്നരിൽ നിന്നല്ല നികുതി പിരിക്കുന്നത്. ഈ കോവിഡ് കാലത്താണ്, ലോക്ക്ഡൌണിന്റെ ആദ്യത്തെ 3 മാസം പിന്നിട്ടപ്പോൾ മുകേഷ് അംബാനിയുടെ വരുമാനം പ്രതിദിനം ഒരു മണിക്കൂറിൽ 90 കോടി രൂപ എന്ന നിലയിൽ വർദ്ധിച്ചു എന്നൊരു കണക്ക് വന്നു. മണിക്കൂറിൽ 90 കോടി രൂപ എന്ന നിലയിലാണ് വർദ്ധിച്ചത്. അദാനിയുടെയും അംബാനിയുടെയും ആസ്തിയിൽ ലോക്ക്ഡൌൺ കാലത്തുണ്ടായ വർധനവിനെ കുറിച്ച് അടുത്ത കാലത്ത് റിപ്പോർട്ട് വരികയുണ്ടായി. 71% അദാനിയുടെയും 60% അംബാനിയുടെയും ആസ്തിയിൽ വർധനവുണ്ടായി ലോക്ക്ഡൌൺ കാലത്ത്. ഈ ലോക്ക്ഡൌൺ കാലത്ത് ഇന്ത്യയിൽ ശതകോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിച്ചു. എന്ന് പറഞ്ഞാൽ ലോക്ക്ഡൌണിൽ കോടിക്കണക്കിന് ആളുകളുടെ പണി പോയി, രാജ്യത്തിന്റെ GDP 4 ഇടിഞ്ഞു, ആളുകളുടെ വരുമാനം കുത്തനെ കുറഞ്ഞു. പക്ഷെ അപ്പോഴും ആര് തടിച്ചു കൊഴുത്തുകൊണ്ടിരുന്നു? കോർപ്പറേറ്റുകൾ തടിച്ചു കൊഴുത്തുകൊണ്ടിരുന്നു. എങ്ങനെയാണത് സാധ്യമായത്?
സാധ്യമായത് ഒന്ന്, ചുളുവിലയ്ക്ക് പൊതുസ്വത്ത് മുഴുവൻ അവർക്ക് കിട്ടി. രണ്ടാമത്തേത് എങ്ങനെയാണ്? വൻതോതിൽ നികുതി ഇളവ് കിട്ടി. പാക്കേജിന്റെ ആദ്യഘട്ടം തന്നെ എന്തായിരുന്നു? ആദ്യം പ്രഖ്യാപിച്ച പാക്കേജ് കോർപ്പറേറ്റുകൾക്കുള്ള നികുതി ഇളവായിരുന്നു. വൻതോതിലുള്ള നികുതി ഇളവാണ് കോർപ്പറേറ്റുകൾക്ക് പ്രഖ്യാപിച്ചത്. അപ്പൊ കമ്മി കുറയ്ക്കാൻ എന്താ ചെയ്യുന്നത്? ജനങ്ങളിൽ നിന്ന് കൂടുതൽ നികുതി പിരിക്കുക, ജനങ്ങളുടെ മേൽ അധികഭാരം അടിച്ചേൽപ്പിക്കുക, കോർപ്പറേറ്റുകൾക്ക് ഇളവ് കൊടുക്കുക. യഥാർത്ഥത്തിൽ ആ ഇളവിന്റെ ഫലമായിട്ട് വർദ്ധിക്കുന്ന കമ്മി കൂടി ആരുടെ ചെലവിലാണ് പരിഹരിക്കുന്നത്? ജനങ്ങളുടെ ചെലവിൽ. ഉദാഹരണം ഉണ്ടല്ലോ, കോർപ്പറേറ്റ് നികുതി, പെട്രോളിയം നികുതി എത്ര തവണയായിട്ടാണ് വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ? ഈ ലോക്ക്ഡൌൺ കാലത്ത് അടിക്കടി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നില്ലേ ഇന്ധന നികുതികളെല്ലാം? അങ്ങനെ വർദ്ധിപ്പിച്ച് ഇന്ന് ലോകത്തിൽ ഏറ്റവും ഉയർന്ന ഇന്ധന നികുതിയുള്ള രാജ്യമാക്കിയിട്ട് ഇന്ത്യയെ മോഡി ഗവൺമെന്റ് മാറ്റി. ഇന്ധന നികുതി ആരുടെ തലയിൽ വന്ന് പതിക്കുന്ന നികുതി ഭാരമാണ്? സാധാരണ ജനങ്ങളുടെ തലയിലാണ് വന്ന് പതിക്കുന്നത്. അപ്പൊ കോർപ്പറേറ്റ് നികുതി കുറച്ചു കൊടുക്കുക, ഇന്ധന നികുതി വർദ്ധിപ്പിക്കുക. ഇതാണ് കേന്ദ്ര സർക്കാരിന്റെ വർഗപരമായ സമീപനം. അതിസമ്പന്നർ കൊടുക്കേണ്ട കോർപ്പറേറ്റ് നികുതി കുറയ്ക്കുക. 7 കൊല്ലം കൊണ്ട് ഘട്ടമായിട്ട് കോർപ്പറേറ്റ് നികുതി നിരക്ക് കുറച്ച് എവിടെ എത്തിച്ചു എന്നറിയോ? മോദി ഗവൺമെന്റ് വരുമ്പോൾ 30% ഉണ്ടായിരുന്നത് ഇപ്പൊ 15%. കോർപ്പറേറ്റ് നികുതി നിരക്ക്. ലോകത്തിൽ ഏറ്റവും കുറഞ്ഞ കോർപ്പറേറ്റ് നികുതി നിരക്കുള്ള രാജ്യവും ഇന്ത്യയാണ്. ഏറ്റവും കൂടിയ ഇന്ധന നികുതി നിരക്കുള്ള രാജ്യവും ഇന്ത്യയാണ്. ഇതാണ് കേന്ദ്ര സർക്കാരിന്റെ സമീപനം. അതിന്റെ ഫലമായിട്ടോ ലോക്ക്ഡൌണിൽ രാജ്യം മുഴുവൻ തകർന്നപ്പോഴും കോർപ്പറേറ്റുകൾ തടിച്ചു കൊടുത്തു. അവർ ആസ്തികൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. ലോകത്തെ കോടീശ്വരന്മാരുടെ, ശതകോടീശ്വരന്മാരുടെ എണ്ണം ഈ കാലത്തും ഇന്ത്യയിൽ വർദ്ധിച്ചു. ഗവൺമെന്റ് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന ഇടപെടലുകൾ നടത്താൻ തയ്യാറായില്ല. കൂടുതൽ ഭാരമടിച്ചേൽപ്പിച്ചു. 6 മാസത്തിനിടയിൽ പെട്രോളിനും ഡീസലിനും മാത്രം 10 റുപ്യ കൂടി. 6 മാസത്തിനിടയിൽ. ഏത് 6 മാസം ഓർക്കണം? ഈ കഴിഞ്ഞ കോവിഡ് മഹാമാരി രാജ്യത്തെ തകർത്ത 6 മാസം. ആളുകൾ പണി പോയി വീട്ടിലിരുന്ന 6 മാസം. കൂലിയും വേലയുമില്ലാതിരുന്ന 6 മാസം. രാജ്യം മുഴുവൻ ലോക്ക്ഡൌൺ മൂലം അടച്ചിട്ട 6 മാസത്തിനിടയിൽ 10 റുപ്യ പെട്രോളിനും ഡീസലിനും വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ 1 മാസത്തിനിടയിൽ മാത്രം 100 രൂപയാണ് പാചകവാതകത്തിന്റെ വില കൂട്ടിയത്. 100 രൂപ. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കൂട്ടി, അല്ലേ? അതാണ് പാലം കടക്കുവോളം നാരായണ നാരായണ. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് വോട്ട് ചെയ്തവർക്കൊക്കെ മനസ്സിലായി പാലം കടന്നപ്പോൾ കൂരായണ കൂരായണ എന്ന്. പിറ്റേ ദിവസം കൂട്ടിയത് 50 റുപ്യ. അപ്പൊ ആകെ 100 റുപ്യ 1 മാസത്തിനിടയിൽ. വല്ല ആക്ഷേപം ഉണ്ടെന്ന് ആലോചിച്ചു. 100 രൂപയാണ് കിട്ടുന്നത് പാചകവാതകത്തിന്. സബ്സിഡിയോ? ഇന്നലെ എനിക്കൊരാൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു, വാട്ട് അബൌട്ട് LPG സബ്സിഡി എന്ന്. ആരാന്നറിയില്ല, പരിചയമില്ലാത്ത ഒരാളാണ്. ഞാൻ മറുപടി അയച്ചു, മോഡി ഗവൺമെന്റ് ഹാസ് അബാൻഡൻ LPG സബ്സിഡി. അപ്പൊ ഉടൻ അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇടതുപക്ഷക്കാര് ഒന്നും ഇതിനെതിരെ ശബ്ദമുയർത്താത്തത് എന്ന്. മനസ്സിലായി? ഇടതുപക്ഷക്കാർ ഇതിനെതിരെ ശബ്ദമുയർത്താനുള്ള ആൾക്കാർ, അതിൽ നമുക്ക് വിരോധമില്ല, നമ്മളത് തന്നെയാണ്. പക്ഷെ കൂട്ടിയാൽ ആക്ഷേപമില്ല. മോഡി ഗവൺമെന്റിന് കൂട്ടാനുള്ള ജന്മാവകാശമുണ്ട്. ഇടതുപക്ഷത്തിനോ ഇതിനെ എതിർക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് എതിർക്കുന്നില്ല എന്ന്. അപ്പൊ എനിക്ക് അല്പം ക്ഷോഭം വന്നു. സ്വാഭാവികമായിട്ട് ക്ഷോഭം വരുന്നുണ്ട്. നമ്മൾ എല്ലാ ദിവസവും തൊണ്ട പൊട്ടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പം ഞാൻ അനുവദിച്ചു, നിങ്ങൾക്ക് കണ്ണിനും കാതിനും വല്ല തകരാറുണ്ടോ എന്ന് വെച്ചു. ഞങ്ങൾ എല്ലാ ദിവസവും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. ഇടതുപക്ഷമല്ലാതെ മറ്റാരാണ് ഇത് പറഞ്ഞു കേട്ടിട്ടുള്ളത്? നിങ്ങൾ ഇടതുപക്ഷമല്ലാതെ മറ്റാരാണ് എതിർത്തിട്ടുള്ളത്? പിന്നെ ഇന്നേ വരെ മറുപടി, അതിനുശേഷം ഇന്നേ വരെ പിന്നെ മറുപടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സൗകര്യം കിട്ടി. ഒരാളെ കൊണ്ടുള്ള ശല്യം ഒഴിവായി കിട്ടി. അതാണ് ചോദ്യം. അപ്പോ പാചകവാതക സബ്സിഡി കഴിഞ്ഞ 6 മാസമായിട്ടില്ല. മലയാള മനോരമയിൽ ഒരേ ദിവസം തന്നെ ഇതെങ്ങനെ കൊടുത്തെന്ന് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? തെരഞ്ഞെടുപ്പിന്റെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയ്ക്ക് ഒരു എഡിറ്റോറിയൽ, കോവിഡ് കാലത്തെ ഇന്ധനാഘാതം. ഗംഭീര എഡിറ്റോറിയലായിരുന്നു. മനോരമ തന്നെയാണോ ഇത്? നമുക്ക് അത്ഭുതം തോന്നുന്ന തരത്തിലാണ്. അതിലൊരു വാചകം 1 മാസം മുമ്പാണ്. 5 മാസമായി
നിലച്ചുപോയ ഗ്യാസ് സബ്സിഡി, LPG സബ്സിഡി പുനഃസ്ഥാപിക്കുന്നതിൽ ഒരു തീരുമാനവുമില്ല എന്നൊരു വാചകം ഉള്ളിൽ, ഈ എഡിറ്റോറിയലിനുള്ളിൽ ഇന്ന് ഒന്നാമത് ആളുകൾ പല എഡിറ്റോറിയൽ വായിക്കാറില്ല. എഡിറ്റോറിയലിൻ്റെ പത്രം തന്നെ ഇപ്പം എങ്ങനെ വായിക്കുക, എങ്ങനെ നോക്കും, തലക്കെട്ട് നോക്കും. അത് പത്രക്കാർക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് മനോരമയുടെയും മാതൃഭൂമിയുടെയും വിദ്യ എന്താണെന്ന് വെച്ചാൽ എന്താണോ തലക്കെട്ട് അതിന് നേർവിപരീതമായിരിക്കും ഉള്ളടക്കം. ഉള്ളടക്കത്തിൽ കുറച്ച് സത്യം പറയും, തലക്കെട്ട് പച്ചക്കള്ളായിരിക്കും. എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം തലക്കെട്ട് മാത്രമേ വായിക്കുമെന്ന് ഇവർക്കറിയാം. അപ്പോൾ കോവിഡ് കാലത്ത് ഇന്ധനാഘാതം അതൊരു സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞു. 5 മാസമായിട്ട് സബ്സിഡി ഇല്ല, അത് പുനഃസ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊന്ന് പുനഃസ്ഥാപിക്കണം. അപ്പോൾ പുനഃസ്ഥാപിക്കുന്നതിൽ തീരുമാനമില്ല എന്ന് പറഞ്ഞാൽ നിലവിൽ സബ്സിഡി ഇല്ല. അതേ പത്രത്തിൽ അതേ ദിവസം 14 പേജിൽ വലിയ തലക്കെട്ട് എന്താണെന്നറിയോ? BPCL വിറ്റാലും സബ്സിഡി ഉറപ്പാണ്, ഗ്യാസ് സബ്സിഡി ഉറപ്പാണ്. BPCL വിറ്റാൽ അവർ തന്നെ എഡിറ്റോറിയൽ പറയുന്നു സബ്സിഡി ഇപ്പോഴില്ല, പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ തീരുമാനമില്ല. നേരത്തെ പറഞ്ഞതാണ്, കമ്മി കുറയ്ക്കാൻ സർക്കാർ ചെലവ് ചുരുക്കുക. എങ്ങനെ സർക്കാർ ചെലവ് ചുരുക്കുക? സബ്സിഡി ഉൾപ്പെടെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം വെട്ടിച്ചുരുക്കുക, ജനങ്ങളുടെ മുകളിൽ അധിക നികുതി ഭാരം അടിച്ചേൽപ്പിക്കുക, സർക്കാർ എല്ലാ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിൻവാങ്ങുക. ഇത് നവ ഉദാരവൽക്കരണത്തിന്റെ നയമാണ്, പുതിയ നയമല്ല. 91 മുതൽ ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നിയോ ലിബറൽ അഥവാ നവ ഉദാരവൽക്കരണ നയത്തിന്റെ കാതലിത ഉള്ളടക്കം ഇതാണ്. ഇതൊന്നും സർക്കാർ ചെയ്യേണ്ട കാര്യമില്ല. ഈ കോവിഡ് കാലത്ത് പോലും അതിൽ നിന്ന് പിന്മാറുകയല്ല കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത്. സർക്കാർ ചെലവ് വെട്ടിച്ചുരുക്കുക എന്നത്, ജനങ്ങളെ പിഴിയുക എന്നത് ഹൃദയശൂന്യമായി കൂടുതൽ അഗ്രസീവായി നടപ്പാക്കുകയാണ് മോദി ഗവൺമെന്റ് ചെയ്യുന്നത്. എന്നാൽ കേരളത്തിലെ സർക്കാർ, ഇവിടെയാണ് ബദൽ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുക. കേരളത്തിലെ സർക്കാർ ചെയ്യുന്നത് ഇടപെടുകയാണ്. ഉദാരവൽക്കരണ നയം പറയുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറണം, ഗവൺമെന്റ് ചെലവുകൾ വെട്ടിച്ചുരുക്കണം, കമ്മി കുറയ്ക്കണം. കേരളത്തിൽ സർക്കാർ ചെയ്യുന്നത് എന്താ? നേർവിപരീതമാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാർ കൂടുതൽ സജീവമായിട്ട് ഇടപെടുന്നു, കൂടുതൽ ശക്തമായിട്ട് ഇടപെടുന്നു. ചെലവ് ചുരുക്കുന്നില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ പ്രതിസന്ധി കണക്കിലെടുക്കാതെ തന്നെ സർക്കാർ പണം ചെലവഴിക്കുന്നു. ഇതാണ് സർക്കാർ ചെയ്യുന്നത്. എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഇതൊന്നും സർക്കാർ കാശ് മുടക്കേണ്ട കാര്യമില്ല എന്നാണ് ഉദാരവൽക്കരണ നയത്തിന്റെ വക്താക്കൾ പറയുന്നത്. എന്നാൽ കേരളത്തിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ചെയ്തത് എന്താ? 4 മിഷനുകൾ പ്രഖ്യാപിച്ചു. അതിലൊന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, 2 പൊതുജനാരോഗ്യത്തിനുള്ള ആർദ്രം, പിന്നെ ഹരിത കേരളം, ലൈഫ്, 4 മിഷൻ. എന്ന് വെച്ചാൽ സാമൂഹിക മേഖലയിലെ വർദ്ധിച്ച സർക്കാർ ഇടപെടലാണ്, വർദ്ധിച്ചിടപെടലാണ്. 3000 ചില്ലാനും കോടിയാണ് പൊതുവിദ്യാലയങ്ങളിലെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ചെലവഴിച്ചത്. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വിദ്യാലയ സംസ്ഥാനമായിട്ട് കേരളം മാറി. നീതി ആയോഗിന്റെ വിദ്യാഭ്യാസ ക്വാളിറ്റി ഇൻഡെക്സ്, എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇൻഡെക്സിൽ തുടർച്ചയായി 4 വർഷവും 1ാം റാങ്ക് ഈ കേരളം കൈവരിച്ചു. ആർദ്രം പദ്ധതിയുടെ ഫലമായിട്ട് ആരോഗ്യ മേഖലയിൽ ഇതേപോലെ നീതി ആയോഗിന്റെ വികസന സൂചികയിൽ 1ാമത് കേരളം തുടരുകയാണ് ഈ ഗവൺമെന്റിന് കീഴിൽ. ഒരു കാര്യം കൂടി ഓർക്കണം, ഈ കോവിഡ് കാലത്ത് ഇന്ത്യയുടെ ആരോഗ്യ മേഖലയുടെ ദയനീയമായിട്ടുള്ള അവസ്ഥ ലോകത്തിന്റെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടു. പരിതാപകരമായിട്ടുള്ള അവസ്ഥ. ആഗോള തലത്തിൽ ആരോഗ്യ മേഖലയ്ക്കുള്ള സർക്കാർ ചെലവ് കണക്കാക്കിയാൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനൊപ്പമാണ് ലോകത്ത്. ഏറ്റവും കുറഞ്ഞ 4ാമത്തെ സർക്കാർ ചെലവ് ഉള്ള രാജ്യം ഇന്ത്യയാണ്. സർക്കാർ ആരോഗ്യത്തിന് പണം മുടക്കുന്ന ഏറ്റവും കുറഞ്ഞ 4ാമത്തെ രാജ്യം എന്ന് പറഞ്ഞാൽ താഴത്തുനിന്ന് 4ാമത്തെ റാങ്ക്. മനസ്സിലായില്ലേ? മുകളിൽ നിന്ന് താഴേക്കല്ല, താഴെ 4ാമത്തെ റാങ്കാണ്. അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ ഒരേപോലെയാണ്. രണ്ടും തമ്മിലൊരു സമാനത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തേതുപോലെ തന്നെ ഒരു മതമൗലികവാദ ഗവൺമെന്റാണ് അഫ്ഗാനിസ്ഥാനിലും ഉള്ളത് എന്നതാണ്. അവർക്കിതൊന്നും പ്രധാന വിഷയമല്ല. ജനങ്ങളുടെ വിദ്യാഭ്യാസ ആരോഗ്യമൊന്നും പ്രധാന വിഷയമല്ല. എന്നാൽ ഇന്ത്യയിൽ ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ സർക്കാർ പണം മുടക്കുന്ന സംസ്ഥാനം കേരളമാണ്. അതാണ് ബദൽ എന്ന് പറഞ്ഞാൽ. വെറുതെ ബദൽ എന്ന് പറയില്ല. ലോകത്ത് ഏറ്റവും കുറഞ്ഞ്
പണം ആരോഗ്യ മേഖലയ്ക്ക് സർക്കാർ മുടക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും താഴെയാണ് ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരോഗ്യത്തിന് സർക്കാർ പണം മുടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാമതാണ് കേരളം. അപ്പോൾ എന്തുകൊണ്ടാണ് നിയോ ലിബറൽ നയം പറയുന്നത്? ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി ഒരു മേഖലയിലും സർക്കാർ ഇടപെടാൻ പാടില്ല, പണം മുടക്കരുത്, അതെല്ലാം സ്വകാര്യ മേഖല നോക്കിക്കൊള്ളും. എന്നാൽ കേരളത്തിൽ പറയുന്നത് അങ്ങനെയല്ല, സർക്കാർ കൂടുതൽ ഇടപെടും. അതുകൊണ്ടാണ് ഇന്ത്യയിൽ കോവിഡ് ടെസ്റ്റും കോവിഡ് ചികിത്സയും സൗജന്യമായ ഏക സംസ്ഥാനമായിട്ട് കേരളം മാറിയത്. ഏക സംസ്ഥാനമായിട്ട് കേരളം മാറി. അത് ഈ മഹാമാരിയുടെ കാലത്ത് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ആശ്വാസം ചെറുതാണ്. അതുകൊണ്ടാണ് കേരള മാതൃക ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് എക്കോണമിസ്റ്റും ഗാർഡിയനും വാഷിംഗ്ടൺ പോസ്റ്റും ഹഫിംഗ്ടൺ പോസ്റ്റും ന്യൂയോർക്ക് ടൈംസും ഒക്കെ ഉൾപ്പെടെയുള്ള 45 ആഗോള മാധ്യമങ്ങൾ കേരളത്തെക്കുറിച്ച് പ്രത്യേകമായിട്ടുള്ള റിപ്പോർട്ടുകൾ കൊടുത്തത്. ഒന്നും രണ്ടുമല്ല, 45 ആഗോള മാധ്യമങ്ങളാണ്. അതുകൊണ്ടാണ് ഫിനാൻഷ്യൽ ടൈംസിന്റെ ലോകത്തെ 50 ഏറ്റവും ശ്രദ്ധേയരായ വ്യക്തികളിൽ ഒരാളായി കേരളത്തിന്റെ ആരോഗ്യമന്ത്രി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതൊരു വ്യക്തി എന്ന നിലയിലുള്ള നേട്ടമല്ല, കേരളത്തിന്റെ ബദലിനുള്ള നേട്ടമാണ്. അത് ആഗോള ശ്രദ്ധ കൈവരിച്ചു എന്നതാണ്. ഈ പുസ്തക മാധ്യമങ്ങളൊക്കെ അതിനെ വ്യക്തിപരമായ നേട്ടമായിട്ട് അവതരിപ്പിക്കാനായിരിക്കും താല്പര്യപ്പെടുക. കാരണം ഇത് ഇടതുപക്ഷത്തിന്റെ ബദൽ നയമാണെന്നൊന്നും വരാൻ അവർക്ക് ആഗ്രഹമില്ല. അതാണ് പ്രത്യേകത. അനുഭവം പറഞ്ഞു പോയി അങ്ങനെ പലരിക്കും പോയി. ഞാൻ 10 ദിവസം ജില്ലാ ആശുപത്രി കിടന്ന ഒരാളാണ്. ഞാൻ എഴുതി അതിനു മുമ്പ് സ്ഥിരമായി പ്രസംഗിച്ചിട്ടുണ്ട്, സർക്കാർ ഒപ്പമുണ്ട് എന്ന് ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ പ്രസംഗം ഒരു നേരനുഭവമായി മാറിയത് 10 ദിവസം ജില്ലാ ആശുപത്രി കിടന്നപ്പോഴാണ്. ശ്വാസം കിട്ടാതെ കിടക്കുമ്പോഴേ അപ്പോഴാണ് സർക്കാർ ഒപ്പമുള്ളതിൻ്റെ ഗുണം മനസ്സിലായത്. 10 ദിവസം കടന്നു, ന്യൂമോണിയയും ബാധിച്ചു. ന്യൂമോണിയയ്ക്കുള്ള മരുന്ന് സർക്കാർ ആശുപത്രിയിൽ ലഭ്യമല്ല, അതുകൊണ്ട് പുറത്ത് വാങ്ങേണ്ടി വന്നു. അതുകൊണ്ട് അത് വാങ്ങിയിട്ടും എനിക്ക് ആകെ വന്ന ചിലവ് 17,000 രൂപയാണ്. 17,000 രൂപയാണ് 10 ദിവസം കിടന്നിട്ട്. അപ്പം എൻ്റെ ഈ കുറിപ്പൊക്കെ കണ്ടപ്പോൾ പലയിടത്തുനിന്നുള്ള, അതിന് മുമ്പും ചിലർ ആശുപത്രിയിലാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് പലരും പല അനുഭവം പറഞ്ഞു. എനിക്കൊരാളൊരു ബില്ല് അയച്ചത് കോഴിക്കോട്ടൊരു പ്രസിദ്ധമായ സ്വകാര്യ ആശുപത്രിയിൽ നിന്നുള്ള ബില്ലാണ്. 14 ദിവസം കിടന്ന ഒരാൾക്ക് 8,13,000 രൂപ വന്നു. 4,97 അടച്ചു. ബാക്കി അടയ്ക്കാൻ പൈസ ഇല്ല. പരാതി കൊടുത്തിരിക്കുകയാണ് DHSന്. പരാതി കൊടുത്തിരിക്കുകയാണ്. ആ ബില്ല് അയച്ചത് 8,13,000. ഡൽഹിയിൽ നിന്ന് പാർലമെന്റിൽ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥ വിളിച്ചു. അവരാശുപത്രി കിടന്നു. അവർക്ക് ഇൻഷുറൻസും മറ്റ് കവറേജും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തടിയുമ്പോൾ തട്ടില്ല, ലക്ഷക്കണക്കിന് രൂപ ചിലവായി. പറയാം അല്ലേ? കേൾക്കാമോ? പോയി പോകണം.
എന്താണ് ഉണ്ണി നോക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് ഡൽഹിയിൽ നിന്ന് ഒരാൾ വിളിച്ചു. അവിടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ 14 ദിവസം കിടന്ന ഒരാൾക്ക് 40 ലക്ഷം ബില്ല് വന്നു. മുംബൈയിൽ 8 ലക്ഷം ബില്ല് വന്നൊരു കേസ്. ഒരു മലയാളി വീട്ടമ്മ, ബാംഗ്ലൂരിൽ ജീവിക്കുന്ന ഒരു വീട്ടമ്മ അനുഭവം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. 10 ആശുപത്രി കയറിയിട്ടും പ്രവേശനം കിട്ടിയില്ല, കോവിഡ് ബാധിച്ചു. അവസാനം ഒരാശുപത്രിയിൽ ജനറൽ വാർഡിൽ ഒരു ബെഡിന് പ്രതിദിനം 20,000 രൂപയ്ക്കാണ് അവർ അഡ്മിഷൻ കൊടുത്തത്. പ്രതിദിനം 20,000 രൂപ ഒരു ബെഡിന്, ജനറൽ ആശുപത്രി, ജനറൽ വാർഡിൽ. ഇതാണ് സ്ഥിതി. എന്നാൽ കേരളത്തിലെ സർക്കാർ മേഖലയിൽ സൗജന്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കിയെന്ന് മാത്രമല്ല, ബഹുഭൂരിപക്ഷ ആളുകൾക്കും അത് ആശ്രയമായിട്ട് മാറുകയും ചെയ്തു. ആശുപത്രികൾ നിറഞ്ഞു കവിയുന്ന സ്ഥിതി ഒരിക്കലും ഉണ്ടായില്ല. അതെല്ലാം ആരോഗ്യ മേഖലയിൽ സർക്കാർ ഇടപെടലിൻ്റെതാണ്. ഒപ്പം സർക്കാർ ഈ ആർദ്ര മിഷന്റെ ഭാഗമായിട്ടൊരുക്കിയ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ ഗവൺമെൻറ് ആശുപത്രികൾ ഒരുക്കിയ പശ്ചാത്തല സൗകര്യങ്ങൾ, അതിൻ്റെ മികവാണ് നമ്മൾ കണ്ടത്. എന്തുകൊണ്ടാണ് മറ്റുള്ള സ്ഥലത്തെല്ലാം സ്വകാര്യ ആശുപത്രികൾക്ക് കൊള്ളയ്ക്കുള്ള അവസരമായിട്ട് ഈ മഹാമാരി, മാനുഷിക പ്രതിസന്ധി മാറിയത്? നവലിബറൽ നയത്തിൻ്റെ ഫലമായി ആരോഗ്യ മേഖലയിൽ നിന്ന് സർക്കാർ പിന്മാറിക്കൊടുക്കുകയാണ് ചെയ്തത്. സ്വകാര്യ കമ്പനികൾക്ക്, കോർപ്പറേറ്റുകൾ, പല ആസ്പത്രികളും കോർപ്പറേറ്റ് ആസ്പത്രികളാണ്, മനുഷ്യരെ കൊള്ള ചെയ്യാനുള്ള വഴിയൊരുക്കി കൊടുത്തു. സർക്കാർ മാറി നിന്നു. ഇവിടെ സർക്കാർ മാറി നിന്നില്ല. കഴിഞ്ഞ 4.5 വർഷവും ഇടപെട്ടു. കോവിഡ് വന്നപ്പോൾ പ്രത്യേകമായിട്ട് ഇടപെട്ടു. അങ്ങനെയാണ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളും എല്ലാം വന്നത്. സജീവമായിട്ട് ഇടപെട്ടു. ഈ മഹാമാരിയുടെ മുമ്പിൽ കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖല പകച്ചുപോയില്ല. ആവശ്യത്തിന് ആളുകളെ റിക്രൂട്ട് ചെയ്തു. ഇപ്പം ഈ ബജറ്റിൽ 4,000 ആരോഗ്യ തസ്തിക സൃഷ്ടിക്കാൻ തീരുമാനിച്ചില്ല. 4,000 തസ്തിക സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. കോവിഡ് വന്ന സമയത്ത് തസ്തിക കൂടുതൽ സൃഷ്ടിച്ചു. അപ്പോൾ മാൻ പവറിൻ്റെ കുറവുണ്ടായില്ല, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കുറവുണ്ടായില്ല, ഒന്നിൻ്റെയും കുറവുണ്ടായില്ല. സർക്കാർ ഇടപെട്ടതുകൊണ്ട് സർക്കാർ അതിനുവേണ്ടി പണം മുടക്കി. ധനകാര്യമന്ത്രി പറഞ്ഞു, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ആരോഗ്യ മേഖലയ്ക്കുള്ള വിഹിതത്തിൽ ഒരു കുറവും വരുത്തില്ല. അതൊരു ബദൽ സമീപനമാണ്. അതാണോ ഇന്ത്യയിലാകെ ഉണ്ടായത്? അതുകൊണ്ട് ഇവിടെ വലിയ കൊള്ളയ്ക്കുള്ള അവസരം ഉണ്ടായില്ല സ്വകാര്യ മേഖലയ്ക്ക്, സ്വകാര്യ ആശുപത്രികൾക്ക്. സർക്കാർ ആശുപത്രിയിലല്ല എല്ലാവരും പോയി കിടന്നത്. വിശ്വസിച്ച് പോകാം എന്ന നിലയുണ്ടായില്ലേ സർക്കാർ ആശുപത്രി? അപ്പം ഞാൻ പറഞ്ഞത്, സാമൂഹിക മേഖലയിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്ന് സർക്കാർ പിന്മാറുക എന്നതാണ് കേന്ദ്ര നയം. എന്നാൽ സജീവമായി ഇടപെടുക എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നയം. കോവിഡിന് മുമ്പേ അതാണ് ഇടതുപക്ഷത്തിൻ്റെ ബദൽ നയം എന്നത്. അതിൽ ഈ പ്രതിസന്ധിയുടെ എല്ലാം ഇടയിൽ 2 അനുകൂല ഘടകങ്ങളുണ്ടായിരുന്നു. അതിൽ ഒന്നെന്താണെന്ന് വെച്ചാൽ, ഇത്രയും രൂക്ഷമായ പ്രതിസന്ധി ഉണ്ടായിട്ടും മെച്ചപ്പെട്ട സാമ്പത്തിക മാനേജ്മെന്റ് നടപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ്. മെച്ചപ്പെട്ട മാനേജ്മെന്റ് നടപ്പാക്കാൻ കഴിഞ്ഞു. അതിന്റെ ഫലമായിട്ട് റവന്യൂ കമ്മി, ധനക്കമ്മി, ഇതെല്ലാം കുറയ്ക്കാൻ കഴിയും.
എന്നിട്ട് ഇപ്പോൾ ഒരു പ്രചരണം നടക്കുകയാണ്. സംഗതിയൊക്കെ ശരിയാണ്, സർക്കാർ ഇതൊക്കെ ചെയ്തു, ഞങ്ങളെല്ലാം സമ്മതിക്കുന്നു, കിറ്റ് കൊടുത്തു, എല്ലാം ചെയ്യുന്നു. പക്ഷെ കടം വരുത്തി വെച്ചില്ലേ എന്നാ ഒറ്റ നോട്ടത്തിൽ കേട്ടാൽ ആൾക്കാർക്ക് ശരിയാന്ന് തോന്നും. ഇത്രയും വലിയ കടം, കടത്തിന്റെ ഒരു പെരുപ്പിച്ച കണക്ക് പറയാം. യഥാർത്ഥത്തിൽ കടം ഇത്ര രൂപ എന്ന് പറയുന്നത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ്. എങ്ങനെയാണ് കടത്തെ നമ്മൾ കാണേണ്ടത്? സംസ്ഥാനത്തിന്റെ ആഭ്യന്തരോൽപാദനത്തിന്റെ എത്ര ശതമാനമാണ് കടം, അങ്ങനെയാണ് നോക്കേണ്ടത്. ഇപ്പൊ പ്രതിപക്ഷം പ്രധാനം മറ്റൊന്നും നിഷേധിക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് സർക്കാരിന്റെ ഈ നേട്ടങ്ങളെയും ഇടപെടലുകളെയും ഒന്നും ഒരു തരത്തിലും ചുരുക്കി കാണിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇപ്പൊ പിടിച്ചൊരു പിടിവള്ളിതാണ് കടം പെരുകി എന്നാണ്. ഈ പത്രങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുക, കടം പെരുകി. എന്താ വസ്തുത നോക്കൂ. കേരളത്തിന്റെ സംസ്ഥാന ആഭ്യന്തരോൽപാദനത്തിന്റെ അനുപാതത്തിൽ നോക്കിയാൽ അതിന് എത്ര ശതമാനം എന്ന് നോക്കിയാൽ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 2011 ഒരു താരതമ്യം നോക്കാൻ വേണ്ടിയാണ്. സംസ്ഥാന GDPയുടെ 24% കേരളത്തിന്റെ പൊതുകടം. UDF അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ അത് 29.37% കൂടി. എന്ന് പറഞ്ഞാൽ 5.37% 5 കൊല്ലം കൊണ്ട് കൂടി. ഇപ്പോ കേരളത്തിന്റെ പൊതുകടത്ര 30.33% എന്ന് പറഞ്ഞാൽ 5 കൊല്ലം കൊണ്ട് 5% UDFന്റെ കാലത്ത് കടം വർദ്ധിച്ചു, പൊതുകടം. ഇപ്പോൾ 2%. ഏതെല്ലാം ഉണ്ടായിട്ട്? 2 മഹാപ്രളയം, കോവിഡ് മഹാമാരി, ഓഖി, ഇതെല്ലാം ഉണ്ടായ കാലയളവിൽ പോലും വെറും 2% സംസ്ഥാന GDPയുടെ വർദ്ധിച്ചിട്ടുള്ളൂ. അതോർക്കണം, ഇത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടായിട്ടും മാത്രമല്ല ഇത്ര വലിയ വികസന കുതിപ്പും ഉണ്ടായി, എന്നിട്ടും 2% കടം വർദ്ധിച്ചിട്ടുള്ളൂ. അപ്പൊ ആരാണ് മെച്ചപ്പെട്ട സാമ്പത്തിക മാനേജ്മെന്റ് നടത്തിയത്? ഏതെങ്കിലും കാര്യത്തിൽ കുറവുണ്ടായോ? എന്തെങ്കിലും വെട്ടിച്ചുരുക്കിയോ? സാമൂഹ്യക്ഷേമ പെൻഷൻ 600 നിന്ന് 1600 ആക്കി. അല്ല, എത്ര? 1600 അല്ലേ? വരാൻ പോണ 1600, 1500 100 രൂപ ഇവന് കൂട്ടിയില്ലേ? അന്ന് ഈ 600 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയായിരുന്നു. 600 രൂപ പെൻഷൻ തന്നെ 18 മാസം കുടിശ്ശികയാണ്. അന്ന് കൊടുത്തത് 34 ലക്ഷം. ഇപ്പൊ 59.5 ലക്ഷം പേർക്ക് 59.5 ലക്ഷം പേർക്ക് കൊടുക്കുകയാണ്. അന്ന് കൊടുത്തതിന്റെ 4 ഇരട്ടിയിലേറെ തുക സംസ്ഥാന സർക്കാർ പെൻഷന് വേണ്ടി മാത്രം ചെലവഴിക്കുകയാണ്. അപ്പൊ അന്നെടുത്ത കടം എന്തിനു പോയി എന്നതാണ് UDF പറയേണ്ടത്. ഇത്രയും വലിയ കടഭാരം ആ 5 കൊല്ലം കൊണ്ടുണ്ടായി. പക്ഷെ അതിന്റെ ഗുണം ജനങ്ങൾക്കല്ല കിട്ടിയത്. ഇവർ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് പോലെ കടം ഗണ്യമായി കൂടിയില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് കേരളത്തിന്റെ റവന്യൂ കമ്മി കുറയ്ക്കാൻ കഴിയും, ധനക്കമ്മി കുറയ്ക്കാൻ കഴിയും. അത് രണ്ടും കൂടിയത് ഈ 5 വർഷത്തിൽ, ഈ ഒരു നടപ്പ് വർഷം മാത്രം. ഈ നടപ്പ് വർഷം കൂടി കാരണം കോവിഡിനെ നേരിടാൻ സർക്കാർ മറ്റൊന്നും നോക്കാതെ പണം ചെലവഴിച്ചു എന്നതുകൊണ്ടാണ്. കഴിഞ്ഞ 4 വർഷവും റവന്യൂ കമ്മിയും ധനക്കമ്മിയും കുറയ്ക്കാനാണ് കേരളത്തിന് കഴിഞ്ഞത്. ഇനി കടം എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യക്തി കടം വാങ്ങുന്ന പോലെയല്ല സർക്കാർ കടം വാങ്ങുന്നത്. കടം എന്ന് പറഞ്ഞാൽ തന്നെ അപകടമാണെന്ന് ധരിക്കേണ്ട കാര്യമില്ല. കടം എന്തിന് ചെലവഴിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കടം ഭാവിയിൽ വരുമാനമുണ്ടാക്കുന്ന ആസ്തികൾ സൃഷ്ടിക്കാനാണ് ചെലവഴിക്കുന്നതെങ്കിൽ കടമെടുക്കുന്നതിൽ ഒരു അപകടവുമില്ല. അത് നല്ല സാമ്പത്തിക ശാസ്ത്രമാണ്. കടമെടുത്ത് കൂടുതൽ വരുമാനം ഉണ്ടാക്കുക, ഈ കടം തിരിച്ചടയ്ക്കാനും അതിൽ കൂടുതലും വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതികൾ, അതിനുവേണ്ടി ആണെങ്കിൽ കടമെടുക്കാം. ലോകത്തെല്ലായിടത്തും പാലിക്കുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രം അതാണ്. ഇപ്പോൾ ഈ ആഗോള സാമ്പത്തിക മാധ്യമങ്ങൾ, ഫിനാൻഷ്യൽ ടൈംസ് പോലുള്ള മാധ്യമങ്ങൾ തന്നെ പറയുന്നത് എന്താ അറിയാം? സർക്കാർ കൂടുതൽ ഇടപെടുകയാണ് വേണ്ടത് എന്നാണ്. ഫിനാൻഷ്യൽ ടൈംസ് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എഡിറ്റോറിയൽ എഴുതി. ഫിനാൻഷ്യൽ ടൈംസ് പറഞ്ഞ ആഗോള മുതലാളിത്തത്തിന്റെ ജിഹ്വയാണ്. അവർ തന്നെ ഒരു എഡിറ്റോറിയൽ എഴുതിയിട്ട് പറഞ്ഞു, സർക്കാർ പിന്മാറുക അല്ല ചെയ്യേണ്ടത്, സർക്കാർ കൂടുതൽ സജീവമായിട്ട് ഇടപെടുകയാണ് ചെയ്യേണ്ടത്. സർക്കാർ എല്ലാ മേഖലയിലും ഇടപെടണം, സർക്കാർ ചെലവുകൾ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ബദൽ ഇന്ന് ആഗോളതലത്തിൽ തന്നെ സ്വീകാര്യമാവുന്നു എന്നതാണ്. അതാണ് കേരളം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ അനുകൂല ഘടകം എന്താ? ഒന്ന്, മെച്ചപ്പെട്ട സാമ്പത്തിക മാനേജ്മെന്റ് ആണെങ്കിൽ, രണ്ടാമത്തേത് വരുമാനം കുറഞ്ഞപ്പോഴും
മൂലധന ചെലവുകൾ വർദ്ധിപ്പിക്കാൻ കഴിയും. മൂലധന ചെലവെന്ന് പറഞ്ഞാൽ ഭാവിയിൽ വരുമാനം ഉണ്ടാക്കാവുന്ന ചെലവുകളാണ്. അത് വർദ്ധിപ്പിച്ചു. നാടിന്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടിയുള്ള ചെലവാണ്. റവന്യൂ ചെലവറിന് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനുമുള്ള ചെലവാണ്. നിത്യനിദാന ചെലവാണ് റവന്യൂ ചെലവ്. മൂലധന ചെലവ് എന്ന് പറഞ്ഞാൽ ഭാവി വികസനത്തിനുള്ള പദ്ധതികളാണ്. എങ്ങനെയാണ് വരുമാനം കുറഞ്ഞപ്പോഴും കേരളത്തിൽ വലിയ തോതിൽ മൂലധന ചെലവ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത്? ബജറ്റിന് പുറമെയുള്ള വിഭവ സമാഹരണത്തിന്റെ സാധ്യത കണ്ടെത്തി. അത് ഇടതുപക്ഷ ബദലിന്റെ നൂതനമായിട്ടുള്ള ഒരു പരീക്ഷണമാണ് കേരളത്തിൽ നടന്നത്. കിഫ്ബി ഫണ്ടുണ്ട് കേരളത്തിൽ. കേരള ഇൻവെസ്റ്റ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ബോർഡ്, അതാണ് KIIFB. കിഫ്ബി അത് കേരള സർക്കാർ ഇപ്പോൾ ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയതല്ല. കഴിഞ്ഞ 10-20 വർഷമായിട്ട് കിഫ്ബി കേരളത്തിലുണ്ട്. കടമെടുത്തിട്ടുണ്ട്, കിഫ്ബി എടുത്തിട്ടുണ്ട്. ചില്ലറ കട 500 കോടി ഒക്കെ എടുക്കും. എന്തെങ്കിലും ദൈനംദിന ആവശ്യത്തിന് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് സ്ഥിതി. ഇത്തവണ കേരളത്തിലെ സർക്കാർ എന്ത് ചെയ്തു? ഇതിനാണ് നമ്മൾ പറയില്ലേ വലുതായി ചിന്തിക്കുക എന്ന് പറയുന്നത്. വലുതായി ചിന്തിക്കുക, വ്യത്യസ്തമായി ചിന്തിക്കുക. ഈ കിഫ്ബിയെ മറ്റാർക്കും സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിൽ അതിനെ പരിവർത്തിപ്പിച്ചു കേരളത്തിലെ LDF ഗവൺമെന്റ്. ഈ കിഫ്ബി ഉപയോഗിച്ചുകൊണ്ട് ബോണ്ടുകൾ ഇറക്കി ഇന്ത്യയിലെ ആഭ്യന്തര വിപണിയിൽ നിന്നും മാത്രമല്ല വിദേശത്തെ വിപണിയിൽ നിന്നും വലിയ തോതിൽ വായ്പ എടുത്തു. ആ വായ്പ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ആ വായ്പ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചു. വേറെ ആവശ്യത്തിനൊന്നുമല്ല, പെൻഷൻ കൊടുക്കാനല്ല, അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി മാത്രം. 50,000 കോടിയുടെ വികസന പദ്ധതികൾ വിഭാവനം ചെയ്തു. അത് വർദ്ധിച്ച് 60,000 കോടിയായി മാറി. ഇന്ത്യയിൽ ഇന്നത്തെ പരിതസ്ഥിതിയിൽ ഒരു സംസ്ഥാന ഗവൺമെന്റിനും ചിന്തിക്കാൻ കഴിയാത്തതാണ്. കാരണം സംസ്ഥാന സർക്കാരുകളെല്ലാം കുത്തുപാളയെടുത്ത് നിൽക്കുകയാണ്. GST വന്നതോടുകൂടി സംസ്ഥാന സർക്കാരുകളുടെ ഏതാണ്ട് വരുമാന സ്രോതസ് എല്ലാം പോയി. നിങ്ങൾക്കറിയാലോ, ഇപ്പൊ ഭൂമി രജിസ്ട്രേഷൻ, പിന്നെ മോട്ടോർ വാഹന നികുതി, പിന്നെ ഇന്ധന നികുതിയിൽ നിന്ന് കിട്ടുന്നത് ഇത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം കേന്ദ്രത്തിന്റെ കൈവശമായി. പിന്നെ കേന്ദ്രത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണം. കേന്ദ്രം ഇവിടെ നിന്ന് പിരിക്കുന്ന കാശ് ഇങ്ങോട്ട് കിട്ടാൻ ഇങ്ങനെ പോയി നിൽക്കണം. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾക്ക് തരാൻ പറ്റില്ല, നിങ്ങൾ കടമെടുത്തോ. ആ സ്ഥിതിയിലാണ് 60,000 കോടിയുടെ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ, അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കിയത്. കിഫ്ബി മാത്രമാണ് അതിന്റെ കാരണം. കിഫ്ബി മാത്രമാണ്. അപ്പോ അത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തു. കിഫ്ബിയുടെ മസാല ബോണ്ടുകൾ സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തു. ആഗോളതലത്തിലുള്ള സാധ്യതകളെ ഉപയോഗിച്ചു. എന്നിട്ട് അങ്ങ് കിഫ്ബി ഉപയോഗിച്ചല്ലേ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യ വികസനം വലിയ തോതിൽ നടപ്പാക്കിയത്. ആശുപത്രികളിൽ അതുപയോഗിച്ചില്ലേ കിഫ്ബി ഫണ്ടുകൾ? അതുപയോഗിച്ചല്ലേ ദേശീയപാത സ്ഥലമെടുപ്പ്? നോക്കൂ, ഇത് വെറുതെയല്ല കേന്ദ്ര സർക്കാരിന് കേരളം കണ്ണിലെ കരടാവുന്നത്. ദേശീയപാത സ്ഥലമെടുക്കണം. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു സ്ഥലമെടുക്കണമെങ്കിൽ ചെലവിന്റെ 4/1 നിങ്ങൾ എടുക്കണം. ഇന്ത്യയിൽ മറ്റെവിടെയും അവർ പറഞ്ഞിട്ടില്ല. നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് സ്ഥലത്തിന്റെ പൈസ കൊടുക്കേണ്ടത്. ഇന്ത്യയിൽ എല്ലായിടത്തും അങ്ങനെയാണ്. കേരളത്തിന്റെ കാര്യം വന്നപ്പോൾ പറഞ്ഞു കേരളത്തിൽ സ്ഥലവില കൂടുതലാണ്, അതുകൊണ്ട് മുഴുവൻ വില സർക്കാരിന് കൊടുക്കാൻ പറ്റില്ല, 4/1 നിങ്ങൾ എടുക്കണം. കേരളത്തോട് മാത്രം സ്വീകരിച്ച സമീപനമാണ്. എന്തുകൊണ്ടാണ് സമീപനം സ്വീകരിച്ചെന്നറിയും? 4/1 എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ല, 5000 കോടിയാണ്. അത് ഇവർക്ക് കഴിയില്ല എന്നാണ് കേന്ദ്രം കണക്കാക്കിയത്. അത് പറഞ്ഞാൽ ഇവർ പെട്ടുപോകും. കേരളം പോലൊരു ചെറിയ സംസ്ഥാനത്തിന് 5000 കോടി ഈ പദ്ധതിക്ക് വേണ്ടി മുടക്കാനാവില്ല. അപ്പോൾ ആ പദ്ധതി മുടങ്ങിപ്പോകും. ദേശീയപാത വികസന പദ്ധതി മുടങ്ങിയാലോ സംസ്ഥാന സർക്കാർ സമാധാനം പറയേണ്ടി വരും. നിതിൻ ഗഡ്കരിയുമായിട്ട് മുഖ്യമന്ത്രി ചർച്ച ചെയ്തു. നിതിൻ ഗഡ്കരി ഉപാധി മുന്നോട്ട് വെച്ചു. മുഖ്യമന്ത്രി വളരെ ശാന്തനായിട്ട് പറഞ്ഞു, ശരി 5000 കോടി ഞങ്ങൾ തന്നോളാം. അമ്പരന്ന് പോയി കേന്ദ്ര സർക്കാർ. എങ്ങനെ സാധ്യമായെന്നറിയോ? കിഫ്ബി എന്നാണ് 5000 കോടി കിഫ്ബിയിൽ നിന്ന് മുടക്കിയാൽ ദേശീയപാത 45 മീറ്ററിൽ കേരളത്തിൽ വന്നാൽ അത് കേരളത്തിന്റെ ഭാവി സാമ്പത്തിക വികസനത്തിന് വലിയ മുതൽക്കൂട്ടാണ്. അതാണ് സർക്കാർ നോക്കിയത്. 5000 കോടിന് കൊടുത്തു. കേന്ദ്ര ഗവൺമെന്റ് പ്രതിസന്ധിയിലായിപ്പോയി. ഇനിയിപ്പോൾ പറ്റില്ല എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണ് ദേശീയപാത വികസനം വന്നത്. ഗെയിൽ പദ്ധതി പൂർത്തിയാക്കി. ഗെയിൽ കേരളത്തിന്റെ വ്യവസായ ഭാവിയുടെ ഏറ്റവും നിർണായകമായിട്ടുള്ള സംഗതിയാണ് ഗെയിൽ എന്ന് പറഞ്ഞാൽ. ഭാവിയിൽ ഇന്ധനമില്ലേ? ഭാവിയിലല്ല, ഇനി വ്യവസായ വികസനത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനം എന്ന് പറഞ്ഞാൽ പ്രകൃതിവാതകമാണ്.
അതിൻ്റെ വില കുറവാണ്, മലിനീകരണം കുറവാണ്. സിറ്റി ഗ്യാസ് പദ്ധതി നടപ്പാക്കുമ്പോൾ ആളുകൾക്ക് ടാപ്പ് തുറന്നാൽ വീട്ടിൽ വെള്ളം കിട്ടുന്നത് പോലെ പാചകവാതകം എത്തുകയാണ്. അപ്പോൾ ഗെയിൽ പദ്ധതി നടപ്പാക്കി. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ഇപ്പോഴത്തെ കക്ഷി വെല്ലുവിളിച്ചത് ഈ രണ്ട് കാര്യം നടപ്പാക്കിയാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യമുള്ള നേതാവാണെന്ന് ഞാൻ സമ്മതിക്കാം എന്നാണ്. രണ്ടും നടപ്പാക്കി. അത് നടപ്പാക്കുന്നതിൽ നിർണായകമായത് കിഫ്ബിയാണ്, പ്രത്യേകിച്ച് ദേശീയപാതയുടെ കാര്യത്തിൽ എന്ന് നമ്മൾ ഓർക്കണം. ശരി, ഞങ്ങൾ ചെയ്യാം എന്ന് പറയാനുള്ള കരുത്ത് ഈ കേരളത്തിലെ സർക്കാരിനുണ്ടായത് കിഫ്ബി വഴി പണം കണ്ടെത്തിയത് കൊണ്ടാണ്. മുടങ്ങിയില്ല, അല്ലെങ്കിൽ മുടങ്ങിപ്പോയേനെ. അതുകൊണ്ടാണ് പ്രധാനമന്ത്രിക്കും കേന്ദ്ര പെട്രോളിയം മന്ത്രിക്കും ഗത്യന്തരമില്ലാതെ അഭിനന്ദിക്കേണ്ടി വന്നത് മുഖ്യമന്ത്രിയെ. മുഖ്യമന്ത്രിയുടെ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ ഇത് യാഥാർത്ഥ്യമാവില്ലായിരുന്നു എന്ന് പറയില്ലാതെ മാർഗല്യത്തോണ്ട് പറഞ്ഞതാണ്, ഇഷ്ടണ്ടായിട്ട് പറഞ്ഞതല്ല. അപ്പോൾ ഈ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ കിഫ്ബി വഴി നടപ്പാക്കാൻ കഴിഞ്ഞു. 60,000 കോടിയുടെ പദ്ധതി എന്ന് പറഞ്ഞാൽ കേരളത്തിന് ഒരു അരനൂറ്റാണ്ട് കൊണ്ട് മാത്രം കഴിയുന്ന കാര്യമാണ്. ഒരനൂറ്റാണ്ടിന് അപ്പുറം നടക്കേണ്ടത് ഇപ്പോൾ നടത്താൻ കഴിയും. വെറുതെയാണോ കിഫ്ബിയെ ED ടാർഗറ്റ് ചെയ്യുന്നത്? വെറുതെയാണ്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിപ്പോൾ കേരളത്തോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങളിത് ചെയ്തത്? ഞങ്ങൾക്കും ഇത് ചെയ്യാൻ താല്പര്യമുണ്ട്. ആന്ധ്ര സർക്കാർ കേരളത്തിൻ്റെ സഹായം തേടിയിരിക്കുകയാണ് കിഫ്ബി മാതൃക അവിടെ നടപ്പാക്കാൻ. ഇപ്പോഴാണ് മറ്റു പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ബദൽ മറ്റ് സ്ഥലങ്ങളിലും സ്വീകാര്യമാവുന്നു എന്ന് കണ്ടു. അതാണ് കേന്ദ്ര സർക്കാർ സ്വർണ്ണക്കടത്ത് അന്വേഷിക്കാൻ വന്നവരോട് ഇനി സ്വർണ്ണക്കടത്തൊക്കെ എത്ര മതി, നിങ്ങൾ കിഫ്ബി അന്വേഷിക്കുക, നിങ്ങളെ ലൈഫ് അന്വേഷിക്കുക എന്ന് പറഞ്ഞു വിടുന്നത്. അതുകൊണ്ടാണല്ലോ കൈയോടെ പിടിച്ചല്ലോ ED-ക്കാരൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കൊടുക്കുകയാണ് എന്തായിരിക്കണം വാർത്ത എന്ന് മാധ്യമപ്രവർത്തകർക്ക്. വാർത്തയുടെ തലക്കെട്ട് ED നിശ്ചയിക്കുകയാണ്. എന്തായിരുന്നു തലക്കെട്ട്? കിഫ്ബി ആൾസോ അണ്ടർ ED റഡാർ. ED റഡാറിന് കീഴിൽ കിഫ്ബിയും. തലക്കെട്ട് വരെ ഇവർ നിശ്ചയിച്ചു കൊടുക്കുകയാണ്. ശമ്പളം വാങ്ങേണ്ട പണി മാത്രമേ വരും, വാർത്ത തന്നെ അവർ എഴുതി കൊടുക്കാം. തലക്കെട്ട് ഇതായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു അർത്ഥം എന്താ അറിയോ? കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ED-യുടെ കേട്ടെഴുത്തുകാർ മാത്രമായി മാറിയിരിക്കുന്നു, കൂലിക്ക് കേട്ടെഴുതുന്നവരായിട്ട് മാറിയിരിക്കുന്നു എന്നും കൂടിയാണ് അതിൻ്റെ അർത്ഥം. കൂട്ടത്തിൽ അത് പറഞ്ഞത് മാത്രം. അപ്പൊ നമ്മുടെ വിഷയം ബജറ്റാണ്. അപ്പൊ ഇത് രണ്ട് അനുകൂലമായിട്ടുള്ള ഘടകമാണ്. മെച്ചപ്പെട്ട സാമ്പത്തിക മാനേജ്മെന്റ്, വരുമാനം കുറഞ്ഞപ്പോൾ സർക്കാരിന് വലിയ കടബാധ്യതകൾ ഉണ്ടാക്കാതെ ഒരു ചെലവും വെട്ടിച്ചുരുക്കാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ്. രണ്ട്, കിഫ്ബി വഴി വായ്പയെടുത്ത് ഭാവി വികസനത്തിനുള്ള വൻ പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞു. ഈ പ്രതിസന്ധിയിലും പ്രളയവും എല്ലാം ഉണ്ടായപ്പോഴും പകച്ചു പോവുകയല്ല ചെയ്തത്. അരനൂറ്റാണ്ട് കൊണ്ട് ചെയ്യേണ്ട കാര്യം 5 കൊല്ലം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു. രണ്ടാമത്തെ ഈ ബജറ്റിന്റെ പ്രത്യേകത എന്താണെന്ന്, കേരളത്തിന്റെ സാമൂഹിക നേട്ടങ്ങളെ കേവലമായി സംരക്ഷിക്കാനല്ല, കൂടുതൽ മെച്ചപ്പെടുത്താൻ, അങ്ങനെ ഭാവി വികസനത്തെ നിർവചിക്കാൻ, ഭാവി വികസനത്തെ അഭിസംബോധന ചെയ്യാൻ ഈ ബജറ്റ് തയ്യാറായി എന്നുള്ളതാണ്. എന്താണ് പെൻഷൻ കുറ്റകാര്യം ഞാൻ പറഞ്ഞു. സാമൂഹ്യ ശൃംഖല, സുരക്ഷാ ശൃംഖലയുണ്ടല്ലോ, ആ സാമൂഹ്യ സുരക്ഷാ ശൃംഖല കൂടുതൽ മെച്ചപ്പെടുത്തണം. ആളുകളുടെ കയ്യിൽ പണം എത്തിക്കണം. അങ്ങനെ അതിനെ വിപുലീകരിച്ചു. 34 ലക്ഷത്തിൽ നിന്ന് 59.5 ലക്ഷത്തിലേക്ക് കവറേജ് വർദ്ധിപ്പിച്ചു. അതുപോലെ 600-ൽ നിന്ന് 1600-ആയിട്ട് പെൻഷൻ തുക കൂട്ടി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാഷ് ട്രാൻസ്ഫർ പദ്ധതി ഏതാണെന്ന് വെച്ചാൽ കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷനാണ്. ഏറ്റവും വലിയ ക്യാഷ് ട്രാൻസ്ഫർ പദ്ധതി. അതുപോലെ 1000 കോടി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചു. എന്താ കാരണം? തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ടെന്ന്. പ്രത്യേകിച്ച് കോവിഡ് പോലുള്ള പ്രതിസന്ധി വന്നപ്പോൾ അതിനെ ഫലപ്രദമായിട്ട് സർക്കാർ നേരിട്ടത് തദ്ദേശ സ്ഥാപനങ്ങളെ കൂടി അണിനിരത്തിക്കൊണ്ടാണ്. 1000 കോടിയാണ് അവർക്ക് അധികമായിട്ട് അനുവദിച്ചത്. അതുപോലെ സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ വേറൊരു ഉദാഹരണം എന്താണ്? അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. തൊഴിലുറപ്പ്, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് ഗ്രാമീണ മേഖലയിൽ മാത്രമാണ്. കേരളം ഇതാ തൊഴിലുറപ്പിനെ നഗരമേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നു. ഏത് കാലത്ത്? കോവിഡിന്റെ ഫലമായി, ലോക്ക്ഡൌണിന്റെ ഫലമായി തൊഴിലില്ലായ്മ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും വർദ്ധിക്കുമ്പോൾ, ആളുകൾ തൊഴിൽരഹിതരായിട്ട് മാറുമ്പോൾ, വരുമാനം ഇടിയുമ്പോൾ ആളുകളുടെ കയ്യിൽ പണം എത്തിക്കാനുള്ള മറ്റൊരു പദ്ധതിയാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. ഇടതുപക്ഷം ദേശീയ തലത്തിൽ ആവശ്യപ്പെടുന്ന കാര്യമാണ്.
നഗരമേഖലയിലും തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കണം. ഇന്ത്യയിൽ ഏക ഇടതുപക്ഷ ഗവൺമെന്റ് ഇടതുപക്ഷം പറയുന്ന കാര്യം കേരളത്തിൽ നടപ്പാക്കണം. ഇടതുപക്ഷത്തിന് ഇതെല്ലാം പ്രസ്താവന മാത്രമല്ല, പ്രസ്താവനയിൽ പറയാനുള്ള കാര്യമില്ല, ഇവിടെ നടപ്പാക്കുകയാണ്. അപ്പോ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി, പിന്നെ 50 ലക്ഷം കുടുംബങ്ങൾക്ക്, വെള്ള നീല കാർഡ് ഉടമകൾക്ക് അധികമായി 10 കിലോ ഭക്ഷ്യധാന്യം 15 രൂപയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. കേന്ദ്ര സർക്കാർ കൊടുക്കുന്നില്ല. കേന്ദ്രത്തിന്റെ കയ്യിൽ 10.5 കോടി ടൺ ഭക്ഷ്യധാന്യം SI ഗോഡൌണുകളിൽ നശിക്കുകയാണ്. എന്നാലും കൊടുക്കില്ലെന്ന് കേന്ദ്രം കൊടുക്കുന്നില്ല. ഇടതുപക്ഷം കഴിഞ്ഞ 6 മാസമായിട്ട് ആവശ്യപ്പെടുകയാണ്, സൗജന്യമായിട്ട് ഈ ഭക്ഷ്യധാന്യം വിതരണം ചെയ്യണം, ചെയ്യുന്നില്ല. അപ്പോൾ കേരള സർക്കാർ കുറഞ്ഞ നിരക്കിൽ 50 ലക്ഷം കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യം കൊടുക്കുകയാണ്. പൊതുവിതരണത്തെ ശക്തിപ്പെടുത്തുന്ന ഇടപെടലാണ്. കിറ്റ്, അതാണ് ചിലരെന്തൊരു പുച്ഛത്തോടെ പറയുന്നതെന്നറിയാം. കിറ്റ് കൊടുക്കുക, കിറ്റ് കൊടുത്തുണ്ടായ വിജയമാണ് ഈ കിറ്റ് എന്ന് പറഞ്ഞാൽ. 88 ലക്ഷം ആളുകൾക്കാണ് ഈ കാലത്തുടനീളം കൊടുത്തത്, ഈ പ്രതിസന്ധിയുടെ കാലത്തുടനീളം. എത്രയോ പാവപ്പെട്ട ആളുകൾ പറയുന്നുണ്ട് അതുകൊണ്ട് പട്ടിണി കൂടാതെ കഴിഞ്ഞുപോയി. മാസം 1600 രൂപ പെൻഷനും ഈ കിറ്റും ഉള്ളത് കൊണ്ട് പട്ടിണി കിടന്നില്ല. ടെലിവിഷൻ ചാനലിൽ വന്നിരുന്ന കിറ്റിനെ പുച്ഛിക്കുന്നവർ, അവർക്ക് ദാരിദ്ര്യവും പട്ടിണി എന്താണെന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പണിയില്ല, ദിവസക്കൂലിയെടുത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ലോക്ക്ഡൗൺ കാലത്ത് പണിയില്ലാതായി, വരുമാനമില്ല. ഇപ്പോൾ വീട്ടുജോലിക്ക് പോകുന്ന ഒരു സ്ത്രീ പറഞ്ഞു, 4 വീട്ടിൽ നേരത്തെ ജോലിക്ക് വരും, ലോക്ക്ഡൗൺ ആയി അവിടെയുള്ള ആൾക്കാർക്കൊക്കെ പണിയില്ലാണ്ടായി. വീട്ടിൽ തന്നെ ഇരുന്നുള്ള പണിയാണല്ലോ, വർക്ക് ഫ്രം ഹോം. അപ്പോൾ അതുകൊണ്ട് അവർ ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് വീട്ടുജോലി ഇനി പുറത്തുനിന്ന് വരാൻ ആൾ പറഞ്ഞാൽ ഞങ്ങളൊന്ന് ചെയ്തോളാം എന്ന്. ഇപ്പം 4 വീട്ടിൽ പോയിരുന്നു, 4 സ്ഥലത്തില്ലാണ്ടായി. സാറ് ഈ കിറ്റും പെൻഷനും ഉള്ളതുകൊണ്ട് പട്ടിണി കിടക്കാണ്ട് ജീവിച്ചു. രഞ്ജിത്ത്, സിനിമാ സംവിധായകൻ രഞ്ജിത്ത് പറഞ്ഞില്ലേ വയനാട്ടിലുണ്ടായ അനുഭവം. ഇത് ഒറ്റപ്പെട്ട അനുഭവമല്ല. ആളുകൾക്ക് പണിയില്ലാതായ കാലത്ത് പട്ടിണിയില്ലാതെ രക്ഷിച്ച ഇടപെടലാണ് കിറ്റ്. പൊതുവിതരണത്തെ സാർവത്രികമാക്കലാണ്. APL BPL വ്യത്യാസം നോക്കില്ല. പൊതുവിതരണത്തെ സാർവത്രികമാക്കണമെന്ന് ഇന്ത്യയിൽ ഇടതുപക്ഷം എത്രയോ കാലമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. APL BPL വ്യത്യാസം തന്നെ പാടില്ല. ഒരു സംസ്ഥാന സർക്കാരിന് എപ്പോഴും അത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പ്രതിസന്ധിയുടെ കാലത്ത് ആ വ്യത്യാസമില്ലാതെ പൊതുവിതരണ സംവിധാനത്തിന്റെ സംരക്ഷണ കവചം എല്ലാവർക്കും ഒരുക്കി കൊടുത്തു ഗവൺമെന്റ്. അതാണ് ഇതിലടങ്ങിയ ബദൽ നയം എന്ന് പറഞ്ഞാൽ. അതാണ് ആ പൊതുവിതരണത്തിന്റെ കൊടയ്ക്ക് കീഴിൽ മുഴുവൻ ആളുകളെയും കൊണ്ടുവന്നു ഈ പ്രതിസന്ധിയുടെ കാലത്ത് എന്നതാണ്. അതുപോലെ മൈക്രോ പ്ലാൻ, ദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തി അടുത്ത 5 വർഷം കൊണ്ട് 7000 കോടി രൂപ അവർക്ക് വേണ്ടി ചെലവാക്കാനുള്ള മൈക്രോ കുടുംബ പ്ലാൻ, അല്ലെ, മൈക്രോ ഫാമിലി പ്ലാൻ ആവിഷ്കരിക്കാൻ ഈ ബജറ്റ് നിർദ്ദേശിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ അഡ്രസ് ചെയ്യുന്നത് ദരിദ്രരെ, സാധാരണക്കാരെ, പാവപ്പെട്ടവരെ, ഇവരെയെല്ലാമാണ്. അവരെ കൈപിടിച്ചുയർത്തുക എന്നതാണ് ലക്ഷ്യം. ഒരു പ്രതിസന്ധി വന്നാൽ അവർ വീണുപോകില്ല എന്ന് ഉറപ്പാക്കലാണ്. പിന്നെ വേറൊരു നിർദ്ദേശം എന്താ, എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ പ്രത്യേകം ഈ ബജറ്റ് പരിഗണിക്കുന്നത് എന്നുള്ളതിൻ്റെയാണ്. വയോജനങ്ങൾക്ക് വയോജന ക്ലബ്ബുകൾ, എന്നൊരു ക്ലബ്ബ് മാത്രമല്ല, മരുന്ന് കുറഞ്ഞ നിരക്കിൽ വീട്ടിലെത്തിക്കാനുള്ള പദ്ധതി. അതുപോലെ ഭിന്നശേഷിക്കാർക്ക് ബാരിയർ ഫ്രീ സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റുന്നു. മരുന്ന് കുറഞ്ഞ ചെലവിൽ വീട്ടിലെത്തിക്കുക എന്ന് പറയുമ്പോൾ സർക്കാർ അത് തെളിയിച്ചു. കേരളത്തിൽ ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം, KSDPയുടെ ഉദാഹരണം. കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് UDF സർക്കാരിൻ്റെ കാലത്ത് കൂട്ടിയതാണ്, അല്ലേ? അന്നതൊരു ടെലിവിഷൻ വാർത്ത, ഒരു സ്റ്റോറി ഇപ്പോൾ വീണ്ടും പുറത്തു വരികയുണ്ടായി. അത് അടച്ചുപൂട്ടി ഈ മരുന്നെല്ലാം ഫാക്ടറി വളപ്പിൽ ഡംപ് ചെയ്ത് നശിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു വാർത്ത. ഇന്ന് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു 4.5 വർഷം പിന്നിട്ടപ്പോൾ 100 കോടി വാർഷിക വിറ്റുവരവിലേക്ക് KSDP എന്ന പൊതുമേഖലാ മരുന്ന് നിർമ്മാണ കമ്പനി എത്തി എന്ന് മാത്രമല്ല ലാഭത്തിലുമായി. എന്താണ് പൊതുമേഖലയുടെ പ്രാധാന്യം എന്ന് കൂടിയാണ് വ്യക്തമാക്കിയത്. 50 ലക്ഷം ലിറ്റർ സാനിറ്റൈസർ കൊണ്ട് എത്തിച്ചു. പിന്നെ അവർ തന്നെ സാനിറ്റൈസർ ഒന്ന് റെഗുലേറ്റ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ സാനിറ്റൈസർ വിപണിയിലെത്തിയപ്പോൾ അതിന് വേറൊരു ഉപയോഗം ഉണ്ടെന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിച്ചു. അപ്പോൾ അതിന് സൈസൊക്കെ ചെറുതാക്കി.
അത് ഒന്ന് റെഗുലേറ്റ് ചെയ്തു. വലിയ ഇടപെടലായിരുന്നു. ഇപ്പോൾ ആ KSDP അവയവമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞ ആളുകൾക്ക് ഉള്ള മരുന്ന് 1/4 വിലയ്ക്ക് ഉൽപ്പാദിപ്പിക്കുകയാണ്. വലിയ കൂടിയ വിലയാണ് ഈ മരുന്നുകൾക്കൊക്കെ. വൃക്ക, കരള് ഇതെല്ലാം മാറ്റിവെച്ച ആളുകൾ കൂടിയ വിലയാണ്, താങ്ങാൻ കഴിയാത്തതാണ്. അത് കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പാദിപ്പിക്കുന്നു. എങ്ങനെയാണ് പൊതുമേഖലയെ ഉപയോഗിച്ച് സാധാരണക്കാർക്ക് ആശ്വാസം എത്തിക്കാൻ ഇടപെടുക എന്ന് കേരളം തെളിയിച്ചു. മാത്രമല്ല, പൊതുമേഖല ലാഭത്തിലായില്ലേ. സഞ്ചിത നഷ്ടം 100 ജില്ലയിലും കൂടിയിരുന്നു UDF-ന്റെ കാലത്ത്. അത് മാറി സഞ്ചിത ലാഭത്തിലെത്തി. ലാഭം ഉണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണം കൂടി. പൊതുമേഖല എന്ന് പറഞ്ഞാൽ എന്നും നഷ്ടത്തിലാണ്. കേന്ദ്രത്തിന്റെ നയം എന്താണ്? നഷ്ടത്തിലുള്ളത് കൂട്ടുക, ലാഭത്തിലുള്ളത് വിൽക്കുക. അതാണ് കേന്ദ്ര സർക്കാർ നയം. ലാഭത്തിലുള്ളതും വളർത്തുക എന്നുള്ളതല്ല, ലാഭത്തിലുള്ളത് വിൽക്കുക, നഷ്ടത്തിലുള്ളത് കൂട്ടുക. അതല്ലേ കേന്ദ്രത്തിന്റെ നയം. BPCL കണ്ണഞ്ചിക്കുന്ന ലാഭം ഉണ്ടാക്കുന്ന ഫാക്ടറി പൊതുമേഖലാ സ്ഥാപനമാണ്. HPCL വൻ ലാഭം ഉണ്ടാക്കുന്ന മഹാനവരത്ന കമ്പനികളാണ്. അതെല്ലാം വിൽക്കുകയാണ്, അതെല്ലാം വിൽപ്പനയ്ക്ക് വെച്ചു, അല്ലാത്തതൊക്കെ പൂട്ടി. എന്താ കേരളത്തിൽ സ്വീകരിക്കുന്ന സമീപനം? കൂട്ടിയത് തുറക്കുക, നഷ്ടത്തിലായതിനെ ലാഭത്തിലാക്കുക. KSDP അതിന് ഒന്നാമത്തെ ഉദാഹരണം. വേറൊരു നീണ്ട പട്ടികണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അത് മാത്രമാണോ? കേന്ദ്രം വിൽക്കുന്നതും കൂട്ടുന്നതും ഏറ്റെടുത്ത് സംരക്ഷിക്കുക, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുക. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാന സർക്കാരും ചെയ്യാത്ത കാര്യമാണ്. അതാണ് ബദൽ എന്ന് പറയുന്നത്. അതിലൊരു ഉദാഹരണം പാലക്കാടാണ്. ഇൻസ്ട്രുമെന്റേഷൻ കേന്ദ്രം കൂട്ടാൻ തീരുമാനിച്ചതാണ്, കൂട്ടും ചെയ്തു, ബാക്കിയെല്ലാം കൂട്ടി. ഇൻസ്ട്രുമെന്റേഷന്റെ ബാക്കി യൂണിറ്റ് കോട്ടയിലെ ഹെഡ്ക്വാർട്ടേഴ്സ് കൂട്ടി. അതിൻ്റെ ഒരു കഥയുണ്ട്, അതിപ്പോൾ പറയുന്നില്ല, നീണ്ടു പോകുന്നുള്ളൂ. ഹെഡ്ക്വാർട്ടേഴ്സ് 3 കൊല്ലം മുമ്പ് കൂട്ടി. പക്ഷേ പാലക്കാട് ഇൻസ്ട്രുമെന്റേഷൻ ഇപ്പോഴും കൂട്ടാതെന്താണെന്ന് അറിയാം. കേന്ദ്ര സർക്കാർ പറഞ്ഞ, കേരള സർക്കാർ പറഞ്ഞ ഞങ്ങൾ വാങ്ങാം. ഈ LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ഞാൻ ഈ യൂണിയൻ ഭാരവാഹികളെല്ലാം കൂട്ടി അന്ന് മുഖ്യമന്ത്രിയെ പോയി കണ്ടിരുന്നു. കണ്ടു 10 ദിവസത്തിനകം ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റിയിൽ വെച്ചു. ഇത് കേരളം വാങ്ങാനുള്ള നെഗോഷിയേഷൻ കേന്ദ്ര സർക്കാരുമായിട്ട് നടത്താൻ. അതിനു മുമ്പേ പ്രധാനമന്ത്രി മോഡിയെ കണ്ടിരുന്നു. അന്ന് മോഡി എന്നോട് വെച്ചു, നിങ്ങൾക്കിത് രക്ഷിക്കാനുള്ള നിർദ്ദേശം എന്താ? 3 നിർദ്ദേശം പറഞ്ഞു. ഒന്നുകിൽ ഇത് സ്വതന്ത്ര PSU ആയിട്ട് നിർത്തുക, അല്ലെങ്കിൽ BHEL ലയിപ്പിക്കുക. ഇത് രണ്ടും സാധ്യമല്ലെങ്കിൽ കേരള സർക്കാരിന് വിട്ടുതരിക. ഉടൻ നേരത്തെ നാഷണൽ ഹൈവേയുടെ കാര്യം പറഞ്ഞ പോലെ 1 മാസം കഴിഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞു, കേരളം ഏറ്റെടുക്കാൻ സന്നദ്ധമാണെങ്കിൽ ഏറ്റെടുത്തു. എന്താ വിചാരിച്ചെന്നറിയാം? ഒരിക്കലും കേരളം സന്നദ്ധമാവില്ല. അത്രയും വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ കഴിയില്ല. കേരളത്തിൽ അപ്പോഴേക്കും ഭരണമാറ്റം ഉണ്ടായി. അത് മോഡിക്ക് മനസ്സിലായില്ല. LDF വരുന്നുള്ളത്. LDF വന്നു, സർക്കാർ തീരുമാനം 10 ദിവസം കൊണ്ടെടുത്തു. അത് കേന്ദ്രത്തെ അറിയിച്ചു. അതിലൊരു കേന്ദ്രം കുടുങ്ങി. ഇന്ത്യയിലാദ്യമായിട്ടാണ് ഒരു കേന്ദ്ര പൊതുമേഖല കേന്ദ്രം കൂട്ടാൻ തീരുമാനിച്ചത് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉടക്കു വെച്ചു. എന്താണെന്നറിയാം? ആ സ്ഥലത്തിന്റെ വില കൂടി തരണം എന്ന് പറഞ്ഞു. ഏത് സ്ഥലത്തിന്റെ? നമ്മൾ സൗജന്യമായിട്ട് കേന്ദ്രത്തിന് അങ്ങോട്ട് കൊടുത്ത സ്ഥലത്തിന്റെ 200 ചില്ലാൻ ഏക്കറുണ്ട്. സൗജന്യമായിട്ട് കേരളം ഈ ഫാക്ടറി തുടങ്ങാൻ വേണ്ടി കേന്ദ്രത്തിന് കൊടുത്തതാണ്. ഇപ്പം പറയാണ്, നിങ്ങൾക്കത് ഏറ്റെടുക്കൊക്കെ ചെയ്യാം, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഫ്രീ ആയിട്ട് തന്ന സ്ഥലത്തിന്റെ വില ഞങ്ങൾക്ക് തരണം. അവസാനം അത് സംഭവിച്ചു. കേരള സർക്കാർ അത് സംഭവിച്ചു. അങ്ങനെ നിൽക്കണം. മറ്റേ കോട്ടയത്തെ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് അദാനിക്ക് തിരുവനന്തപുരം വിമാനത്താവളം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ കേരളം പറഞ്ഞു, ഞങ്ങൾ വാങ്ങാം, ലാഭം ഉണ്ടാക്കുന്നത് നിങ്ങൾ വിൽക്കരുത്. പൊതുമേഖലയെ സംരക്ഷിക്കുക എന്ന ബദൽ നയം, പൊതുമേഖലയെ ലാഭത്തിലാക്കുക എന്ന ബദൽ നയം. നഷ്ടത്തിലായതിന് UDF അധികാരത്തിലാവുമ്പോൾ നഷ്ടത്തിലാവും, LDF എന്ന ലാഭത്തിലാവും. എങ്ങനെയാണ് 2 നയത്തിന്റെ വ്യത്യാസം? പിന്നെ കാർഷിക മേഖലയിൽ നോക്കൂ, വലിയ കർഷക സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐതിഹാസികമായ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ, എന്നാൽ ലോക ചരിത്രത്തിലെ തന്നെ ഐതിഹാസിക സമരമായിട്ട് നടന്നു വന്നിരിക്കുന്നു. 26-ാം തീയതി ബദൽ കിസാൻ പരേഡ് നടക്കുകയാണ്. റിപ്പബ്ലിക് ദിന പരേഡിന് ബദലായി വലിയ പോരാട്ടം വരികയാണ്. എന്താണ് ആവശ്യം? കാർഷിക മേഖലയിൽ നിന്നുള്ള സർക്കാർ പിന്മാറ്റത്തിനും അതിനെ കോർപ്പറേറ്റുകൾക്ക് തുറന്നു കൊടുക്കുന്നതിനുമെതിരായിട്ടാണ് സമരം. ഇതേ നയത്തിനെതിരായിട്ടാണ്. കോർപ്പറേറ്റുകൾ കോർപ്പറേറ്റുകൾക്ക് തുറന്നു കൊടുക്കുമ്പോൾ സർക്കാർ പിന്മാറണം. അതിനുവേണ്ടി സർക്കാർ പിന്മാറുകയാണ്. എന്താ കേരളത്തിൽ ചെയ്യുന്നത്? സർക്കാർ കൂടുതൽ ഇടപെടുകയാണ് ചെയ്യുന്നത്. ഞാൻ സമയം നീണ്ടുപോയി ചുരുക്കി പറയാം. താങ്ങുവില വേണമെന്നാണ് സമരത്തിന്റെ ഒരു പ്രധാന ആവശ്യം. ഡൽഹിയിലെ സമരത്തിന്റെ താങ്ങുവില.
BJPയുടെ പ്രകടന പത്രികയിൽ 2014 ഒരു പ്രധാന വാഗ്ദാനമായിരുന്നു ഉൽപാദന ചെലവും അതിന്റെ പകുതിയും ചേർത്ത് താങ്ങുവില. ഇന്നേ വരെ കൊടുത്തില്ല. അതിനെക്കുറിച്ച് ചോദിച്ചു. CNBC ടെലിവിഷൻ ചാനലിന്റെ ഇന്റർവ്യൂവിൽ അമിത്ഷാ പറഞ്ഞു ഓ ചുനാവി ജുംല ഥ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് നമ്പറായിരുന്നു. കാര്യങ്ങൾ ഗൗരവത്തിലെടുക്കും. ശ്രീധരൻപിള്ള വെച്ചല്ലേ പ്രകടന പത്രികയിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയും. പെട്രോളിന് 50 രൂപയ്ക്ക് കുറയ്ക്കുന്നു പറഞ്ഞപ്പോൾ ശ്രീധരൻപിള്ള വെച്ച് എന്തെല്ലാം കാര്യങ്ങൾ പറയും. ഇത് കാര്യങ്ങൾ ഗൗരവത്തിലെടുക്കും. ഇതാണ് സമീപനം. ഇന്നാണെങ്കിൽ ശ്രീധരൻപിള്ള പറഞ്ഞേനെ ഞങ്ങൾ വാഗ്ദാനം പാലിച്ചല്ലോ. 1 ലിറ്ററിനല്ല 1/2 ലിറ്ററിനാണെന്ന് മാത്രമേ ഉള്ളൂ. ഏതാണ്ട് വാഗ്ദാനം പാലിച്ചിട്ടുണ്ട്. പക്ഷെ കേരളത്തിലെ സമീപനം തന്നെ വ്യത്യസ്തമാണ്. പ്രകടന പത്രികയിൽ 600 കാര്യം പറഞ്ഞു. എല്ലാ വർഷവും ആ 600-ൽ എത്ര നടപ്പാക്കിയെന്ന് പ്രോഗ്രസ് റിപ്പോർട്ട് വെച്ച് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. 4.25 കൊല്ലം പിന്നിടുമ്പോൾ 600-ൽ 570 നടപ്പാക്കി. 95% A+ ആണ്. 95%. ബാക്കി 30 ഏറെക്കുറെ 2-3 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുപോലൊരു അക്കൗണ്ടബിലിറ്റി ജനങ്ങളോട് പ്രദർശിപ്പിച്ച ഏത് ഗവൺമെന്റ് ഇന്ത്യയിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്? 600-ൽ ഇത്രയും കാര്യം നടപ്പാക്കുക. അപ്പോൾ നെല്ലിന് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന താങ്ങുവില കൊടുക്കുന്നത് കേരളമാണ്. 28 രൂപ എത്ര അല്ലേ? 28 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്നത്. കേന്ദ്രം കൊടുക്കുന്നത് 18ആണ്. 10 രൂപ കേരളം കൂട്ടിച്ചേർക്കുകയാണ്. അത് പറഞ്ഞപ്പോഴാണ് ഒരു സ്വന്തം നിഷ്പക്ഷ നിരീക്ഷകൻ, ഈ TV-യിൽ രാത്രി 9 മണിക്ക് കാണപ്പെടുന്ന ഒരു പ്രത്യേക ഇനാണ് ഈ നിഷ്പക്ഷ നിരീക്ഷകർ എന്നത്. 8 മണിക്ക് 8 മണിയായി മാത്രം പുറത്തിറങ്ങുന്നവരും 9 മണിയായി കൂടണയുന്നവരുമായിട്ടുള്ള ഒരിനം. അതാണ് നിഷ്പക്ഷ നിരീക്ഷകൻ. അതിലെ ഒരു നിഷ്പക്ഷ നിരീക്ഷകനെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം KPCC അവരുടെ പബ്ലിക് പോളിസി വിദഗ്ധനായിട്ട് നിയമിച്ചു എന്ന് വാർത്ത കണ്ടത്. നിഷ്പക്ഷന്റെ കള്ളി വെളിച്ചത്തായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഒരു നിഷ്പക്ഷ നിരീക്ഷകൻ. വേറൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ നോക്കിയാൽ പറ്റും. ഒരു നിഷ്പക്ഷ നിരീക്ഷകൻ ഞാനിത് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ പറഞ്ഞു നെല്ലിൻ്റെ താങ്ങുവില ഈ ഗവൺമെൻറ് 28 കൂട്ടി എന്ന്. നിങ്ങളുടെ 28-നേക്കാൾ കൂടുതലാണ് കേന്ദ്രം നൽകുന്ന 18. എങ്ങനെയുണ്ട്? എന്താ ഇപ്പോൾ അതിന് മറുപടി പറയുക? ആലോചിച്ചു. 28-നേക്കാൾ വലുതാണ്, കൂടുതലാണ്. 28-നേക്കാൾ വലുതാണ് ഇത്ര 18. ഇങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കുന്നത്. എന്നുവെച്ചാൽ സാധാരണ കണക്കിൽ 18-നേക്കാൾ വലുതാണ് 28. പക്ഷേ ഇടതുപക്ഷം നടപ്പാക്കിയാൽ 28 18-നേക്കാൾ ചെറുതാവും. ഇതാണ് ന്യായം. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന താങ്ങുവില നെല്ലിന്. നാളികേരത്തിൻ്റെ താങ്ങുവില 27-ന് 32 ആക്കി. 27-ന് 32. ഇന്ത്യയിൽ ആദ്യമായി 16 ഇനം പച്ചക്കറികൾക്ക് ഫ്ലോർ പ്രൈസ് തറവില ഈ കേരളത്തിലെ പ്രഖ്യാപിച്ചത്. 16 നെൽകൃഷിക്കാരന് റോയൽറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം എഴുതിയാൽ മാത്രം കിട്ടുന്നതല്ല, പാടത്ത് വഴിയെടുത്താലും കിട്ടും എന്ന് കേരളത്തിലെ ഗവൺമെന്റ് തെളിയിച്ചില്ലേ? നെൽകൃഷിക്കാർക്ക് റോയൽറ്റി കൊടുത്തു. അതുപോലെ ഇപ്പോൾ കാപ്പി, വയനാടൻ കാപ്പി ബ്രാൻഡ് ചെയ്യാണ്. കാപ്പി കൃഷിക്കാർക്ക് 90 രൂപ വില ഉറപ്പാക്കി കിലോയ്ക്ക്. വാല്യൂ അഡീഷൻ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കുള്ള സഹായം, ഇതെല്ലാം കാർഷിക മേഖലയിൽ സർക്കാർ ചെയ്തതാണ്. എല്ലാ മേഖലയിലെയും ബദലുണ്ട്. വർദ്ധിച്ചിടപെടൽ. കൃഷിക്കാർക്ക് പെൻഷൻ കൊടുക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. കടാശ്വാസ കമ്മീഷനുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. കാർഷിക കടാശ്വാസം വേണമെന്നത് കൃഷിക്കാരുടെ ദേശീയ തലത്തിൽ ആവശ്യമാണ്. ഇന്ത്യയിലെ ഒറ്റ സംസ്ഥാനത്തെ കടാശ്വാസത്തിന് കമ്മീഷനുള്ളൂ, അത് കേരളത്തിലാണ്. അപ്പോൾ ബദൽ നയം എന്ന് പറഞ്ഞാൽ പ്രാവർത്തികമാക്കിയതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇതെല്ലാം പറഞ്ഞത്. ഈ ബജറ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഊന്നൽ എന്താണെന്നറിയാമോ? അത് തൊഴിൽ സൃഷ്ടിക്കുക എന്നതിലാണ്. 45 വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മയാണ് കോവിഡിന് മുമ്പേ ഇന്ത്യയിലുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഔദ്യോഗിക സർവേ പറഞ്ഞു 45 വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക്. കോവിഡ് വന്നപ്പോൾ തൊഴിലില്ലായ്മ വീണ്ടും കൂടി. കേരളത്തിലാണെങ്കിൽ അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതിനെയാണ് ഇനി അഭിസംബോധന ചെയ്യേണ്ടത്. അതിനുവേണ്ടി സർക്കാർ പ്രഖ്യാപിച്ചത് എന്താ? ഇപ്പോൾ സർവ്വസാധാരണമായി ലോക്ക്ഡൗൺ കാലത്ത് വർക്ക് ഫ്രം ഹോം അല്ലേ? സർക്കാർ ആ കാഴ്ചപ്പാടിനെ വികസിപ്പിച്ചു. വർക്ക് നിയർ ഹോം. വർക്ക് ഫ്രം ഹോം മാത്രമല്ല, വർക്ക് നിയർ ഹോം. ഒരു മുനിസിപ്പാലിറ്റിയിൽ 2500 സ്ക്വയർ ഫീറ്റിൻ്റെ കെട്ടിടം ലഭ്യമാക്കിയാൽ വർക്ക് സ്റ്റേഷനുകളായിട്ട് അതിനെ വികസിപ്പിക്കാൻ സർക്കാർ സഹായിക്കും. സ്കിൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ കാർഷികേതര മേഖലകളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ. കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ ഡിജിറ്റൽ എക്കോണമിയായിട്ട് പരിവർത്തിപ്പിക്കാനുള്ള
ദീർഘവീക്ഷണത്തോടെയുള്ള നടപടികൾക്ക് ഈ ബജറ്റ് തുടക്കം കുറിച്ചു. കേരളത്തിൻ്റെ ഏറ്റവും വലിയ മൂലധനം എന്താ? മനുഷ്യ മൂലധനമാണ്. വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളുടെ, വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ മൂലധനമാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ മൂലധനം. ഹ്യൂമൻ ക്യാപിറ്റലാണ്. അതുകൊണ്ട് അതിന് ഉപയോഗിക്കാവുന്ന വികസന സമീപനം, അതിന് ആസ്പദമാക്കിയിട്ടുള്ള തൊഴിൽ, ഇതാണ് കേരളത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഇൻഫർമേഷൻ ടെക്നോളജി, ബയോടെക്നോളജി തുടങ്ങിയിട്ടുള്ള നൂതന വിജ്ഞാനാധിഷ്ഠിത മേഖലകളെ വികസിപ്പിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക. അല്ലാണ്ട് ഇവിടെ വലിയ ഫാക്ടറി ഉണ്ടാക്കാൻ സ്ഥലം കേരളത്തിൽ കിട്ടില്ല. മലിനീകരണം കേരളത്തിലൊരു പ്രശ്നമാണ്. അപ്പോൾ IT, BT തുടങ്ങിയിട്ടുള്ള നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ്, വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങൾ വളർത്തിയെടുക്കുക. അതാണ്, ആ വിഷനാണ് കേരളത്തിൽ ഈ ബജറ്റ് മുന്നോട്ട് വെച്ചത്. ആ വിഷൻ, അങ്ങനെ വ്യവസായ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, തൊഴിൽ സൃഷ്ടിക്കുക, സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഈ ബജറ്റ് വിഭാവനം ചെയ്യുന്നു. നൈപുണ്യ വികസനം, സ്കിൽ ഡെവലപ്മെന്റ്, അതിനുള്ള പദ്ധതികൾ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഇപ്പോഴുള്ളതിൽ നിന്ന് വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുക എന്നതാണ് ഈ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇങ്ങനെ ഒരേ സമയം ഈ പ്രതിസന്ധികളിൽ നിന്ന് ജനങ്ങൾക്ക് ആശ്വാസം പകരാനുള്ള ബദൽ നയങ്ങൾ വയ്ക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രതിസന്ധിയെ തന്നെ ഒരവസരമാക്കി മാറ്റിക്കൊണ്ട് കേരളത്തിൻ്റെ ഭാവി വികസനത്തിനുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾക്ക്, ഡിജിറ്റൽ എക്കോണമി, അതുപോലെ എംപ്ലോയ്മെന്റ് ജനറേഷൻ, പിന്നെ സാമൂഹിക നേട്ടങ്ങളുടെ വിപുലീകരണം, ഇതിനുള്ള ഒരു വിഷൻ കൂടി ഈ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു എന്നതാണ്. ഇതിന് വളരെ പ്രകടമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വലിയ വെല്ലുവിളികളുടെ സമയത്താണ് ഈ ബജറ്റ് വരുന്നത്. കേന്ദ്രം പറയുന്നത് സർക്കാരിന് പരിമിതികളുണ്ട്, ഇതൊന്നും സർക്കാരിൻ്റെ പിടിയിൽ നിൽക്കുന്നതല്ല. നിർമ്മല സീതാരാമൻ പറഞ്ഞത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? ഹാൻഡ് ഓഫ് ഗോഡ് എന്നാണ് പറഞ്ഞത്, ആക്ട് ഓഫ് ഗോഡ്. ഹാൻഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞത് മാറഡോണയാണ്. ഗവൺമെൻറ്റിനായിട്ടുള്ള ആദ്യത്തെ ഗോള്. പിന്നീട് അദ്ദേഹം പറഞ്ഞു അത് എൻ്റെ കൈയായിരുന്നു, എൻ്റെ ദൈവത്തിൻ്റെ കൈയായിരുന്നു. നിർമ്മല സീതാരാമൻ പറഞ്ഞു ആക്ട് ഓഫ് ഗോഡ്. ഏത്? കോവിഡ് ദൈവത്തിൻ്റെ വികൃതിയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് കേന്ദ്രത്തിൻ്റെ സമീപനം. സർക്കാർ നിസ്സഹായമാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. എന്താ കേരളത്തിൻ്റെ സമീപനം? അത് ദൈവത്തിൻ്റെ തലയിൽ ആ കുറ്റം ചാരി കേരള സർക്കാർ രക്ഷപ്പെടുകയല്ല ചെയ്തത്. ആ പ്രതിസന്ധിയെ ഒരവസരമാക്കി മാറ്റി, ഈ പ്രതിസന്ധി ഉണ്ടെങ്കിലും സർക്കാരിന് ചിലത് ചെയ്യാൻ പറ്റും, ഈ പ്രതിസന്ധിയിൽ നിന്ന് ചില പുതിയ വഴികൾ നമുക്ക് തുറന്നു കിട്ടും എന്ന് പ്രഖ്യാപിക്കുകയും അത് നടപ്പാക്കുകയുമാണ് കേരളത്തിലെ LDF സർക്കാർ ചെയ്തത്. ആ ബദൽ നയം കഴിഞ്ഞ 4 കൊല്ലം നടപ്പാക്കിയതിനെ തുടർന്നും നടപ്പാക്കാനുള്ള, അതിൻ്റെ തുടർച്ച ഉറപ്പാക്കുന്നതാണ്, ബദൽ നയത്തിൻ്റെ തുടർച്ച ഉറപ്പാക്കുന്നതാണ് ഈ ബജറ്റ്. ബദൽ നയത്തിൻ്റെ തുടർച്ച എന്ന് പറഞ്ഞാൽ ഭരണ തുടർച്ചയാണ്. അതുണ്ടാകുമ്പോഴാണ് ഈ ബദൽ നയം കേരളത്തിൽ ഇനിയും നടപ്പാക്കാൻ കഴിയുക. ഈ ബദൽ പാതയിൽ നിന്ന് കേരളം വ്യതിചലിച്ചാൽ ഇപ്പോഴുണ്ടായതെല്ലാം തകർന്ന് തരിപ്പണമാണ്. പാറപ്പുറത്ത് പളുങ്കുപാത്രം വീണുടയുന്നത് പോലെ ഉടഞ്ഞ് ചിതറിത്തെറിക്കും. അതുകൊണ്ട് ഈ ബദൽ നയങ്ങൾക്ക് തുടർച്ചയുണ്ടാകുന്നു എന്ന് ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കലാണ് NGO യൂണിയൻ പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരുടെയും ചുമതല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.